ഓറിയന്റേഷൻ പ്രോഗ്രാം 10.0 എന്ന് പറയുന്ന സെഷനിലേക്ക് എല്ലാവരും ഞാൻ വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഈ സെഷനില് നമ്മുടെ കൂടെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കെമിസ്ട്രി, അതായത് നമ്മുടെ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ ഷഫ്ന മാം ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിലെ ഷാലു മാം ഉണ്ട്. മൈസഫ് നസ്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് എന്താണ്? എല്ലാവരും കോമൺ സെഷൻ ഫസ്റ്റ് സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ സെക്കൻഡ് സെഷൻ എന്ന് പറയുന്നത് എന്താണ്? ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു അല്ലെ? അതെല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ തേർഡ് സെഷനും നിങ്ങൾ ഇഗ്നോ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും നിങ്ങളുടെ ക്വയറീസ്, ഡൗട്ടുകൾ അതെല്ലാം ക്ലാരിഫൈ ചെയ്യുന്ന ഒരു സെഷൻ ആയിരുന്നു. നമ്മുടെ ഫോർത്ത് സെഷൻ എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് ആണ്. അതായത് ഈ ഒരു സെഷനിലാണ് നിങ്ങളുടെ സിലബസിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനും നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണ് നമ്മുടെ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സെഷനിലേക്ക് ഞാൻ എല്ലാവരെയും ഒന്നും കൂടെ വെൽക്കം ചെയ്യാണ്. നമ്മുടെ ഈ ഒരു സെഷനിൽ ഞാൻ പറഞ്ഞു നമ്മുടെ സിലബസ് ഡീകോഡിംഗ് ആണ് മെയിൻ നമ്മുടെ ഈ ഒരു സെഷന്റെ ഒരു എയിം എന്ന് പറയുന്നത്. നിങ്ങളുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഈ ഒരു ഇയറിൽ എത്ര പേപ്പേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, എന്തൊക്കെയാണ് അതിലുള്ള ചാപ്റ്റേഴ്സുകൾ, എങ്ങനെയൊക്കെയാണ് അത് ഡിവൈഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിന്റെ മാർക്കുകൾ, അതിന് എത്ര ക്രെഡിറ്റുകൾ ഉണ്ട് ഓരോ പേപ്പേഴ്സിന് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു സെഷനിൽ നമ്മൾ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. അപ്പോ മെയിൻ ആയിട്ട് ഈ ഒരു സെഷൻ, അതായത് നമ്മുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു ഔട്ട്കം എന്ന് പറയുന്നത് നമ്മുടെ കോഴ്സിനെ ഡീകോഡ് ചെയ്യാണ്. ഡീകോഡ് ചെയ്ത് ഉദ്ദേശിക്കുന്നത് എന്താ? നിങ്ങൾക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കോൺഫിഡന്റോട് കൂടെ ആ ഒരു പേപ്പേഴ്സിനെ പഠിക്കാനും ഉള്ള ഒരു വേ ആണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ബ്ലോക്ക് ആയിട്ടും യൂണിറ്റ് ആയിട്ടും ഒക്കെ ഡീകോഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ മാം ആണെങ്കിലും നിങ്ങളുടെ മെന്റർ ആണെങ്കിലും ഒക്കെ പറഞ്ഞത് എങ്ങനെയായിരിക്കും? ഓരോ പേപ്പേഴ്സിനും ഓരോ ബ്ലോക്കുകൾ ഉണ്ട്. ആ ബ്ലോക്കിന്റെ അണ്ടറിൽ ഓരോ യൂണിറ്റുകൾ ഉണ്ട് അല്ലെ? നമ്മൾ റെക്കോർഡിങ്സ് ഒക്കെ കണ്ട് സ്റ്റാർട്ട് ചെയ്തവരാണെങ്കിൽ അവർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മുടെ ഈ ഒരു സിലബസിനെ ലേൺ വൈസ് എന്ത് ചെയ്ത് മാപ്പ് ചെയ്തത് എങ്ങനെയാ വെച്ചാൽ റെക്കോർഡിങ്സ്, ഹെൽപ്പ് ബുക്ക്, അതേപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് നമ്മൾ ക്വസ്റ്റ്യൻസിന്റെ എക്സാം പീഡിയ, അതേപോലെ അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പിന്നെ നമ്മുടെ അസൈൻമെന്റുകൾ ഒന്നും കൂടെ നമുക്ക് സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് ലേൺ വൈസ് എന്ത് ചെയ്യുന്ന അസൈൻമെന്റ് ഗൈഡുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എക്സാമിന്റെ ഒരു സമയം ആകുമ്പോഴത്തേക്ക് PYQ സെഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടുതൽ നിങ്ങൾക്ക് ഒരു ടൈം ലൈൻ ക്ലാരിറ്റി ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം അസൈൻമെന്റിന്റെ കാര്യമാണെങ്കിലും നമ്മുടെ എക്സാമിന്റെ കാര്യമാണെങ്കിലും എങ്ങനെയൊക്കെയാ പഠിച്ചു പോകേണ്ടത്, ഏത് ചാപ്റ്റേഴ്സ് ആദ്യം തുടങ്ങണം എന്നുള്ള കാര്യത്തിനെ കുറിച്ച് കറക്റ്റ് ആയിട്ട് ഒരു ക്ലാരിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്താണ് ഇങ്ങനത്തെ നമ്മുടെ എക്സാമിന്റെ ഒരു സമയമാവുന്ന സമയത്ത് എക്സാമിന്റെ ഒരു ടൈമിൽ എന്താണ് നമുക്ക് സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകൾ, അതേപോലെ മോഡൽ എക്സാംസുകളൊക്കെ ലേൺ വൈസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ടേം ആൻഡ് എക്സാമിനേഷൻ ആ സമയത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ EEP സെഷൻ, അതേപോലെ തന്നെ ഹാപ്പിനെസ് അംബാസിഡർ, നമ്മുടെ സ്കില്ലുകളൊക്കെ അപ്സ്കിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സെഷന്റെ ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ആക്ഷൻ ടാസ്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സെഷന്റെ ബേസിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇതിന്റെ മുന്നേ ഉള്ള സെഷൻസിലൊക്കെ പങ്കെടുത്ത ആൾക്കാർക്ക് മനസ്സിലാവും. അതിന്റെ ബേസിൽ നമ്മൾ ഗൂഗിൾ ഫോം പ്രൊവൈഡ് ചെയ്യും. അത് ഫില്ലാക്കിയിട്ട് എന്ത് ചെയ്യണം? സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. നമ്മുടെ ഇഗ്നു സിലബസിൽ നമ്മുടെ സിലബസ് എങ്ങനെയാണ് ഇഗ്നു ചെയ്തിട്ടുള്ളത്? 5 ലെയർ ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. പ്രോഗ്രാം, കോഴ്സ്, ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് അസസ്മെന്റ് എന്നുള്ള രീതിയിൽ. അപ്പൊ പ്രോഗ്രാം എന്താണ്? നിങ്ങളുടെ പ്രോഗ്രാം ഏതാണെന്നുള്ളത് അല്ലെ? MSc കെമിസ്ട്രി ആണ് നിങ്ങളുടെ പ്രോഗ്രാം. അപ്പൊ കൂടുതലായിട്ട് നമ്മൾ ഈ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിനെയാണ്. അതായത് നമുക്ക് PG എന്ന് പറയുന്നത് 2 വർഷമാണ്. അതിൽ നമ്മൾ ഈ ഫസ്റ്റ് ഇയേഴ്സിന്റെ ഓറിയന്റേഷൻ പ്രോഗ്രാം അല്ലേ, അപ്പൊ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിനാണ്. അപ്പൊ നിങ്ങളുടെ കോഴ്സിന്റെ കോഡ് ഏതാണ്, അതിന്റെ ടൈറ്റിൽ എന്താണ്, അതിന്റെ ക്രെഡിറ്റ്, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയുന്നത്. പിന്നെ നമ്മുടെ ബ്ലോക്കുകളെ കുറിച്ച് നമ്മൾ ഓരോ പേപ്പേഴ്സിനും നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ഓരോ ബ്ലോക്കിന്റെ അണ്ടറിലും യൂണിറ്റുകൾ ഉണ്ട്. അപ്പൊ ഈ യൂണിറ്റുകൾ നിങ്ങൾ റെക്കോർഡിങ്സ് കാണുന്ന സമയത്ത് ഇങ്ങനെ ലെസൺ 1, ലെസൺ 2 എന്നുള്ള രീതിയിലാണ് പോയിട്ടുണ്ടാവുക. അപ്പൊ ലേൺ വൈസ് ഇതിനെ എങ്ങനെയാണ് യൂണിറ്റ് ടു യൂണിറ്റ് ആയിട്ടാണ് മാപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മൾ അസസ്മെന്റ് ചെയ്യുന്നത് വെച്ചാൽ അസൈൻമെന്റ് രീതിയിലും അതേപോലെ തന്നെ നമ്മളെ ടേം ആൻഡ് എക്സാമിനേഷന്റെ സമയത്ത് പ്രത്യേകമായിട്ടുള്ള റൂൾസുകൾ എന്തൊക്കെയാണെന്നുള്ളതും കറക്റ്റ് ഒരു പ്രോഗ്രാം ഗൈഡ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് നോക്കുന്ന സമയത്ത് നമ്മുടെ പ്രോഗ്രാം എത്ര വർഷത്തെ കോഴ്സാണ്? 2 വർഷത്തെ കോഴ്സാണ് അല്ലെ? നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് 2 ഇയർ കോഴ്സ് ആണ്. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഇയറിനാണ്. ഫസ്റ്റ് ഇയറിനെ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ട് അതിൽ എന്തൊക്കെയാണ് ഈ ഒരു വർഷം നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ സിലബസിൽ ഉൾപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ നോക്കുന്നത്. അപ്പൊ നമ്മൾ MSc കെമിസ്ട്രി ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് ഒരു ബിഗ് പിക്ചർ ആയിട്ട് പറയുന്നത് വെച്ചാൽ നമ്മുടെ കെമിസ്ട്രി നമുക്ക് ഈ 2 വർഷത്തെ കോഴ്സാണ്. പക്ഷെ നിങ്ങൾക്ക് 4 ഇയർ കൊണ്ട് പഠിച്ചിട്ട് ഇറങ്ങാം. നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? ഫസ്റ്റ് ഇയറിനാണ് അല്ലെ? അതിന് സ്ട്രോങ് ഫൗണ്ടേഷൻ നമുക്ക് ബിൽഡ് ചെയ്യാന്നുള്ളത് എന്താണ്? ഫസ്റ്റ് ഇയറിനാണ്. അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും? അപ്പൊ നമ്മളെ സിലബസിൽ നമുക്ക് ഫസ്റ്റ് ഇയറിൽ എത്ര പേപ്പേഴ്സ് പഠിക്കാനുണ്ട്? അപ്പൊ നമുക്ക് എന്താണ് ഇൻഓർഗാനിക് കെമിസ്ട്രി 1, അതായത് ഓരോ കോഡിനും
നിങ്ങൾക്ക് ഓൺബോർഡിന്റെ സമയത്തൊക്കെ നിങ്ങളുടെ മെന്റേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും അല്ലെ, നമ്മുടെ പേപ്പേഴ്സിനൊക്കെ ഓരോ കോഡുകൾ ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഈ കോഡിന്റെ ബേസിലാണ് നമ്മൾ ഓരോ പേപ്പേഴ്സുകളും ഐഡന്റിഫൈ ചെയ്യുക. അപ്പോൾ ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്ന് പറയുന്ന പേപ്പർ കോഡ് എന്ന് പറയുന്നത് MCH011 എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കണ്ട ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത് എന്താ വെച്ചാല് നമ്മുടെ റെക്കോർഡിങ്സ്, പിന്നെ അതേപോലെ SLM, പിന്നെ നമ്മുടെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് വാനിയാണ്, വാല്യൂ ആഡഡ് നോട്ടിന്റെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്, പിന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകൾ, പിന്നെ നമ്മുടെ ലൈവ് സെഷൻസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫുള്ളി അവൈലബിൾ എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ ഫസ്റ്റ് ഇയറിലെ പേപ്പേഴ്സുകളുടെ ലിസ്റ്റ് ആണ് ഈ പറയുന്നത്. ഇനോർഗാനിക് കെമിസ്ട്രി 1 എന്ന് പറയുന്നത് ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 4 ആണ്. MCH012 ഓർഗാനിക് കെമിസ്ട്രി 1 അത് ഫുള്ളി അവൈലബിൾ ആണ്, അതിന്റെ ക്രെഡിറ്റ് 4 ആണ്. MCH013 എന്ന് പറയുന്നത് ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി ആണ്, ഫുള്ളി അവൈലബിൾ ആണ്. മെറ്റീരിയൽസ് എല്ലാം ഫുള്ളി അവൈലബിൾ ആണ്, ലൈവ് സെഷൻസും എല്ലാം ഉണ്ട്, ക്രെഡിറ്റ് 4 തന്നെയാണ്. പിന്നെ വരുന്ന നമ്മുടെ പേപ്പറാണ് മാത്തമാറ്റിക് ഓഫ് കെമിസ്റ്റ് എന്ന് പറയുന്നത്, കോഡ് എന്ന് പറഞ്ഞാൽ MCH014 എന്നാണ്, അതിന് ക്രെഡിറ്റ് 2 ആണ് വരുന്നത്. MCH015 എന്ന് പറയുന്ന ബയോളജി ഓഫ് കെമിസ്റ്റ്, അതും ഫുള്ളി അവൈലബിൾ ആണ്, ക്രെഡിറ്റ് 2 തന്നെയാണ്. പിന്നെ വരുന്ന 3 പേപ്പേഴ്സിനും ക്രെഡിറ്റ് വരുന്ന 4 ആണ്. അതായത് ഇൻഓർഗാനിക് കെമിസ്ട്രി 2 എന്ന് പറയുന്നത് MCH016, പിന്നെ ഓർഗാനിക് കെമിസ്ട്രി 2 എന്ന് പറയുന്നത് MCH017, അതേപോലെ MCH018 കോണ്ടിനന്റ് കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി എന്ന് പറയുന്ന പേപ്പർ. ഇതിന്റെയൊക്കെ ക്രെഡിറ്റ് 4 ആണ്. പിന്നെ വരുന്ന ഗ്രീൻ കെമിസ്ട്രി MCH01 എന്ന് പറയുന്ന പേപ്പറിൽ നമുക്ക് ക്രെഡിറ്റ് വരുന്ന 2 ആ. പിന്നെ നിങ്ങൾക്ക് പ്രൊജക്ട് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ എന്നൊക്കെ പറയല്ലേ, ലാബുകൾ ഉണ്ട് നമ്മളെ കെമിസ്ട്രിയിൽ, ലാബുകളാണ്. അതായത് എന്താ പറയാ, MCHL011, MCHL012, ഇത് എല്ലാ ലാബിലും എല്ലാ പ്രാക്ടിക്കലിലും നമുക്ക് ക്രെഡിറ്റ് വരുന്ന 2. MCHL012, MCHL013, MCHL014, MCHL015, MCHL016 ഇതെല്ലാം ലാബുകളാണ്, പ്രാക്ടിക്കൽ ആണ്. അപ്പൊ ഇതിനൊക്കെ വരുന്ന ക്രെഡിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 2 ആണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് സെക്കൻഡ് ഇയറിനെ ജസ്റ്റ് ഒന്ന് നോക്കാം എത്ര പേപ്പേഴ്സ് ഉണ്ട് എന്നുള്ള കാര്യം, ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. MCH020 എന്ന് പറഞ്ഞ അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പേപ്പർ ആണ്, ക്രെഡിറ്റ് ആണ്. ഇതിൽ മെജോറിറ്റി പേപ്പേഴ്സിനും ക്രെഡിറ്റ് വരുന്ന 4 തന്നെയാണ്. അപ്പോ ഇതിലുള്ള ഫുള്ളി മെറ്റീരിയൽസ് ഫുള്ളി അവൈലബിൾ ആയിട്ടുള്ളത് എന്ന് പറയുന്നത് അറ്റോമിക് ആൻഡ് മോളിക്കുലർ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്ന പേപ്പർ, കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്, സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പി മെത്തേഡ്സ്, എൻവയോൺമെന്റൽ കെമിസ്ട്രി, ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്, ഇലക്ട്രോ അനലിറ്റിക്കൽ ആൻഡ് അതർ അനലിറ്റിക്കൽ മെത്തേഡ്സ്, ഇത്രയും പേപ്പർ ഫുള്ളി അവൈലബിൾ ആണ്. അതേപോലെ തന്നെ പ്രൈമറി ആൻഡ് സെക്കൻഡറി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്ന പേപ്പറും ഫുള്ളി അവൈലബിൾ ആണ്. പിന്നെ മെറ്റീരിയൽസ് ഓൺലി എന്ന് വെച്ചാൽ നമ്മൾ റെക്കോർഡിങ്സോ ലൈവ് സെഷൻസോ ഒന്നും പ്രൊവൈഡ് ചെയ്യില്ല, മെറ്റീരിയൽസ് മാത്രമേ നമ്മൾ പ്രൊവൈഡ് ചെയ്യുള്ളൂ. അങ്ങനത്തെ പേപ്പേഴ്സ് ആണ് അപ്ലിക്കേഷൻ ഓഫ് സ്പെക്ട്രോസ്കോപ്പി ടു ഇനോർഗാനിക് ആൻഡ് ബയോ ഇനോർഗാനിക് മോളിക്യൂൾസ്, സ്പെക്ട്രോസ്കോപ്പിക് ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കമ്പൗണ്ട്സ്, അതേപോലെ തന്നെ സുപ്രാമോളിക്കുലർ കെമിസ്ട്രി, പിന്നെ നമ്മുടെ അഡ്വാൻസ് കൈനറ്റിക്സ് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന ഇത്രയും പേപ്പേഴ്സുകൾ. അതിൽ ഈ അഡ്വാൻസ് കൈനറ്റിക് ആൻഡ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്ന പേപ്പറിന് 2 ആണ് ക്രെഡിറ്റ് ഉള്ളത്. പിന്നെ വരുന്ന നമ്മളെ ലാബുകളാണ് സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ് ലാബ് എന്ന് പറയുന്നതും, ഇലക്ട്രോ കെമിസ്ട്രി ലാബ്, ഇലക്ട്രോ അനലിറ്റിക്കൽ ആൻഡ് അതർ അനലിറ്റിക്കൽ മെത്തേഡ് ലാബ്, ഇത്രയും വരുന്ന ലാബിനെല്ലാം ക്രെഡിറ്റ് എന്ന് പറയുന്നത്, പ്രാക്ടിക്കലിനെല്ലാം ക്രെഡിറ്റ് 2 ആണ്. നമ്മുടെ കൂടുതൽ നമ്മുടെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ്, ഇതിന്റെ പ്രോഗ്രാം എങ്ങനെയൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളും, തിയറി ലാബ്, ഇതിനെ കുറിച്ച് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഷഫ്ന മാം പറഞ്ഞു തരും. ഓവർ ടു യു ഷഫ്ന മാം. അപ്പം നമ്മള് ഇപ്പം കണ്ടത് ജസ്റ്റ് ഓവറോൾ ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു മാം. നമുക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ പഠിക്കാനുണ്ട്, സെക്കൻഡ് ഇയറിൽ നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് എന്ന കാര്യത്തെ കുറിച്ച് മാം നമുക്ക് ഒരു ഓവർവ്യൂ തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഇനി നമ്മൾ അതിന്റെ ഉള്ളിലോട്ട് ഇറങ്ങി പോവാണ്. ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഏതൊക്കെ പേപ്പർ വരുന്നുണ്ട്, ഓരോ പേപ്പറിൽ എത്ര വോളിയമാണ്, ഓരോ വോളിയത്തിൽ എത്ര ബ്ലോക്കുകൾ ഉണ്ട്, ഓരോ ബ്ലോക്കിൽ നമുക്ക് എത്ര യൂണിറ്റുകൾ ഉണ്ട് പഠിക്കാൻ. ഇത്രയും കാര്യങ്ങളും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇവിടെ ഡീകോഡ് ചെയ്യും. ഫസ്റ്റ് ഇയറിന്റെ കംപ്ലീറ്റ് ടോപ്പിക്സ് നമ്മൾ ഇവിടെ ഡീകോഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോ നമ്മുടെ MSc കെമിസ്ട്രി, MSc CHEM പ്രോഗ്രാം സ്ട്രക്ചർ, സിലബസ് മാപ്പിംഗ്, നമ്മുടെ ഫസ്റ്റ് ഇയറിലെ ഫസ്റ്റ് പേപ്പർ MCH011 ഇനോർഗാനിക് കെമിസ്ട്രി 1 തിയറി പേപ്പർ ആണ്. നേരത്തെ മാം പറഞ്ഞ പോലെ തന്നെ 4 ക്രെഡിറ്റ് ആണ് വരുന്നത്. 1 ക്രെഡിറ്റ് ഞാൻ ഓൺ ബോർഡിങ്ങിന്റെ സമയത്ത് ഒട്ടുമിക്ക ആൾക്കാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 ക്രെഡിറ്റ് എന്ന് പറയുന്നത് 30 സ്റ്റഡി ഹവേഴ്സ് ആണ്. ക്രെഡിറ്റ് ആക്ച്വലി ഇംപ്ലൈ ചെയ്യുന്നത് നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് ആ ഒരു പേപ്പറിന് കൊടുക്കണം. ഇപ്പൊ 4 ക്രെഡിറ്റ് എന്ന് പറയുമ്പോൾ മേ ബി 100ലോട്ടാണ് ആ പേപ്പർ എന്നുണ്ടെങ്കിൽ 2 ക്രെഡിറ്റ് ആവുമ്പോൾ 50ലോട്ടായിരിക്കും ആ പേപ്പർ വരുന്നത്. ഓക്കെ, അതാണ് ബേസിക് ആയിട്ട് ക്രെഡിറ്റ് കൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സോ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ഇനോർഗാനിക് കെമിസ്ട്രി 1, MCH012 ഓർഗാനിക് കെമിസ്ട്രി 1,
MCH 013 General Physical Chemistry, MCH 014 Mathematics for Chemist, and MCH 015 Biology for Chemist. Actually, MCH 014 Mathematics for Chemist, MCH 015 Biology for Chemist എന്ന് പറയുന്ന രണ്ട് പേപ്പേഴ്സ് എലക്റ്റീവ് പേപ്പേഴ്സ് ആണ്. അതിനകത്ത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്താൽ മതി. ചൂസ് ചെയ്യാൻ യൂണിവേഴ്സിറ്റി പറയുന്ന ക്രൈറ്റീരിയ എന്താന്ന് വെച്ചാൽ നമ്മൾ മാത്സ് ബാക്ക്ഗ്രൗണ്ട് എന്നാണെങ്കിൽ ബയോളജി ഫോർ കെമിസ്ട്രി ചൂസ് ചെയ്യാം. നമ്മൾ ബയോളജി ബാക്ക്ഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിൽ മാത്തമാറ്റിക്സ് ഫോർ കെമിസ്ട്രി ചൂസ് ചെയ്യുക. കാരണം എല്ലാതും ബയോളജിയും മാത്സും എല്ലാ ലേണേഴ്സിനും കിട്ടണം എന്നൊരു ഉദ്ദേശത്തിലാണത്. ഇത്രയാണ് നമ്മുടെ തിയറി പേപ്പേഴ്സ് വരുന്നത്. ഇതിനകത്ത് തന്നെ എലക്റ്റീവ് പേപ്പർ ആയിട്ടുള്ള MCH 014 മാത്തമാറ്റിക്സ് ഫോർ കെമിസ്ട്രിനും MCH 015 ബയോളജി ഫോർ കെമിസ്ട്രിനും 2 ക്രെഡിറ്റ് ആണ് വരുന്നത്. പിന്നെ നമുക്ക് ഫസ്റ്റ് സെമ്മിൽ 3 ലാബ് വരുന്നുണ്ട്. കെമിസ്ട്രി ലാബ് 1, കെമിസ്ട്രി ലാബ് 2, കെമിസ്ട്രി ലാബ് 3. നമ്മുടെ 3 പ്രാക്ടിക്കൽസിന് നമ്മുടെ ക്രെഡിറ്റ് വരുന്നത് 2 ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററിലെ പ്രോഗ്രാംസ് ആണ്. സെക്കൻഡ് സെമിസ്റ്ററിൽ ഇതുപോലെ തന്നെ ഫസ്റ്റ് സെമിസ്റ്ററിന്റെ കണ്ടിന്യൂഷൻ പോലെ തന്നെയാണ് നമ്മുടെ സെക്കൻഡ് സെമിസ്റ്ററും വരുന്നത്. MCH 016 ഇൻഓർഗാനിക് കെമിസ്ട്രി 2 തിയറി പേപ്പർ ആണ്. MCH 017 ഓർഗാനിക് കെമിസ്ട്രി 2, MCH 018 ക്വാണ്ടം കെമിസ്ട്രി ആൻഡ് ഗ്രൂപ്പ് തിയറി, MCH 019 ഗ്രീൻ കെമിസ്ട്രി. ഇതിനകത്ത് സ്റ്റാർട്ടിംഗ് പേപ്പർ എന്ന് പറയുന്നത് ക്വാണ്ടം കെമിസ്ട്രി ആണ്. ക്വാണ്ടം കെമിസ്ട്രി സെമസ്റ്റർ 2-ലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കെമിസ്ട്രിന്റെ വളരെ ബേസിക് ആയ ഡീറ്റെയിൽസ് നമ്മൾ സെമസ്റ്റർ 2-ലായിരിക്കും കവർ ചെയ്യുന്നുണ്ടാവുക. ദെൻ ഗ്രീൻ കെമിസ്ട്രി ആണ്. ഗ്രീൻ കെമിസ്ട്രിയുടെ ക്രെഡിറ്റ് വരുന്നത് 2 ആണ്. അതുപോലെ നമുക്ക് 3 ലാബ് സെക്കൻഡ് സെമസ്റ്ററിൽ വരുന്നുണ്ട്. കെമിസ്ട്രി ലാബ് 4, കെമിസ്ട്രി ലാബ് 5, കെമിസ്ട്രി ലാബ് 6. ലാബിനായിക്കോട്ടെ, ലാബിന് എപ്പോഴും ക്രെഡിറ്റ് 2 ആയിരിക്കും. സോ നമുക്ക് ഫസ്റ്റ് ഇയറിൽ ടോട്ടൽ 8 പേപ്പേഴ്സ്, 8 തിയറി പേപ്പേഴ്സ് ഉണ്ട്, 6 പ്രാക്ടിക്കൽസും വരുന്നുണ്ടാകും. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സെമസ്റ്റർ ആവുമ്പം സ്പെക്ട്രോസ്കോപ്പി ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിക്കാണ്ട് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി, അറ്റോമിക് സ്പെക്ട്രോസ്കോപ്പി എല്ലാം സ്റ്റാർട്ട് ചെയ്യും. MCH 020 അറ്റോമിക് ആൻഡ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി തിയറി പേപ്പർ ആണ്, 4 ക്രെഡിറ്റ് വരുന്നത്. നെക്സ്റ്റ് MCH 021 കെമിസ്ട്രി ഓഫ് മെറ്റീരിയൽസ്. മെയിൻ ആയിട്ട് മെറ്റീരിയൽ കെമിസ്ട്രി ആണ്. ഇപ്പം പോളിമേഴ്സിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ഒക്കെ ആയിരിക്കും ആ ഒരു പേപ്പറിനകത്ത് മെയിൻ ആയിട്ടും വരുന്നുണ്ടാവുക. MCH 022 സെപ്പറേഷൻ ആൻഡ് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ്. ഇത് സ്പെക്ട്രോസ്കോപ്പി നമുക്കറിയാം ഒരുപാട് ഫീൽഡിൽ നമ്മൾ അപ്ലിക്കബിൾ ആണ്. അറ്റോമിക് സ്ട്രക്ചർ ഡിറൈവ് ചെയ്യുന്നതിൽ, ഒരു കോമ്പൗണ്ടിന്റെ പ്രോപ്പർട്ടീസ്, ആപ്ലിക്കേഷൻസ് ഡിറൈവ് ചെയ്യുന്നതിലെല്ലാം സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് അപ്ലിക്കബിൾ ആണ്. അതുപോലെ തന്നെ സ്പെക്ട്രോസ്കോപ്പി അപ്ലിക്കബിൾ ആയ വേറൊരു ഏരിയയാണ് ആക്ച്വലി സെപ്പറേഷൻ എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സ്പെക്ട്രോസ്കോപ്പിക് മെത്തേഡ്സ് യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ സെയിം പേപ്പറിന്റെ ലാബ് പ്രാക്ടിക്കൽസ് നമുക്ക് വരുന്നുണ്ട് തേർഡ് സെമസ്റ്ററിൽ. ദെൻ എൻവിറോൺമെന്റൽ കെമിസ്ട്രി ആണ്. എൻവിറോൺമെന്റൽ കെമിസ്ട്രിയുടെ പ്രാക്ടിക്കലും നമുക്ക് ചെയ്യാനുണ്ട്. ഓക്കെ, ഫോർത്ത് സെമസ്റ്റർ ആവുമ്പം ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച്. ദാറ്റ് മീൻസ് ഇത് ആക്ച്വലി റിസർച്ച്, ഇൻട്രൊഡക്ഷൻ ടു റിസർച്ച് എന്ന് പറയുന്ന പേപ്പർ ഒരു കോമൺ പേപ്പർ ആയിരിക്കും. മെത്തഡോളജീസ്, റിസർച്ചിന് വേണ്ട ബേസിക് ആയിട്ടുള്ള മെത്തഡോളജീസ്, എങ്ങനെയാണ് തീസിസ് പ്രിപ്പറേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് സ്റ്റെപ്സ് ആയിരിക്കും ഈ ഒരു പേപ്പറിനകത്ത് നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് MCH 025 ഇലക്ട്രോ അനലിറ്റിക്കൽ ആൻഡ് അതർ അനലിറ്റിക്കൽ മെത്തേഡ്സ്. ആക്ച്വലി ഈ ഒരു പേപ്പർ തിയറി പേപ്പർ ആണ്. സെയിം പേപ്പറിന്റെ പ്രാക്ടിക്കൽ നമുക്ക് വരുന്നുണ്ട്. ഇലക്ട്രോ അനലിറ്റിക്കൽ ആൻഡ് അതർ അനലിറ്റിക്കൽ മെത്തേഡ് ലാബ്. ദെൻ 5 എലക്റ്റീവ് പേപ്പേഴ്സ് ആണ് വരുന്നത്. Elective 1 application of spectroscopy into inorganic and bioinorganic molecules. Elective 2 spectroscopic identification of organic compounds. Elective 3 supramolecular chemistry. Elective 4 primary and secondary metabolites. Elective 5 advanced kinetics and electrochemistry. ഈ 5 electives നമുക്ക് വരുന്നുണ്ട്. ഈ 5 electivesനകത്ത് നിന്ന് 3 എണ്ണമായിരിക്കും നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരിക. ഇതാണ് ഓവറോൾ നമ്മുടെ സ്ട്രക്ചർ. ഇത്രയും പേപ്പർ ആണ് നമുക്ക് 2 വർഷം കൊണ്ട് പഠിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ പേപ്പറിലും നമുക്ക് എന്തൊക്കെ പഠിക്കാനുണ്ട് ആ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ ഫസ്റ്റ് സെമസ്റ്ററിലെ ഫസ്റ്റ് പേപ്പർ ആയിട്ടുള്ള MCH 011 ഇൻഓർഗാനിക് കെമിസ്ട്രി 1. ഓക്കെ, ഇൻഓർഗാനിക് കെമിസ്ട്രി 1 എന്ന പേപ്പറിനെ 2 വോളിയം ആക്കി മാറ്റിയിട്ടുണ്ട്. വോളിയം 1-ൽ ബ്ലോക്ക് 1-ഉം ബ്ലോക്ക് 2-ഉം നമ്മൾ കവർ ചെയ്യും. വോളിയം 2-ൽ ബ്ലോക്ക് 3-യും ബ്ലോക്ക് 4-ഉം കവർ ചെയ്യും. ഓക്കെ, സോ വോളിയം 1 മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി. ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും. അതായത് അതിനകത്ത് തന്നെ ബ്ലോക്ക് 1-ൽ നമുക്ക് ഡീൽ ചെയ്യാനുള്ളത് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് ആണ്. ബ്ലോക്ക് 2-ൽ ഓർഗാനോമെറ്റാലിക് കെമിസ്ട്രി. ഓക്കെ, ഇനി
ബ്ലോക്ക് 1 നമുക്ക് 3 യൂണിറ്റുകളാണ് വരുന്നത്. മെയിൻ ഗ്രൂപ്പ് ബ്ലോക്ക് 1 മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ്, ട്രാൻസിഷൻ എലമെന്റ്സ്, സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സ് ആൻഡ് ട്രാൻസിഷൻ എലമെന്റ്സ്. യൂണിറ്റ് 2 സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ്. യൂണിറ്റ് 3 ഫോസ്ഫറസ്, നൈട്രജൻ ആൻഡ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ്. ഓവറോൾ നമുക്ക് യൂണിറ്റ് 1 നമുക്ക് കവർ ചെയ്യാനുണ്ടാവുക മെയിൻ ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും അതുപോലെ കുറച്ച് ട്രാൻസിഷൻ എലമെന്റ്സിന്റെയും ഓവറോൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. മീൻസ് ബോത്ത് കെമിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള അയോണിക് റേഡിയായി, അറ്റോമിക് റേഡിയായി, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ്, ഇങ്ങനത്തെ കുറച്ച് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതുപോലെ അയണൈസേഷൻ എനർജി, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഇലക്ട്രോൺ അഫിനിറ്റി പോലുള്ള കെമിക്കൽ പ്രോപ്പർട്ടീസും ഈ 2 ഗ്രൂപ്പ് എലമെന്റ്സിന്റെയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ കവർ ചെയ്യും. യൂണിറ്റ് 2 വരുമ്പം സ്ട്രക്ചർ ഓഫ് മോളിക്യൂൾസ് ആണ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഓരോ BSEPR തിയറി, VBT അതൊക്കെ നിങ്ങൾ ഡിഗ്രി ലെവലിൽ കേട്ടിട്ടുണ്ടാകും. ഏകദേശം അതന്നെയാണ് ബേസിക് ആയിട്ട് വരുന്നത്. കുറച്ചും കൂടെ ഡിഗ്രിക്ക് പഠിച്ച പോലെയല്ല, കുറച്ചും കൂടെ പഠിക്കാനുണ്ടാകും. അത് വെച്ചിട്ട് BSEPR തിയറി വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഒരു മോളിക്യൂളിന്റെ സ്ട്രക്ചർ ഡിറൈവ് ചെയ്തെടുക്കുന്നത്. അതുപോലെ BSEPR തിയറിക്ക് നമുക്കറിയാം ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ലിമിറ്റേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ പിന്നീട് വന്ന തിയറിയാണ് മോളിക്കുലാർ ഓർബിറ്റൽ തിയറി. സോ പിന്നെ നമ്മൾ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയിലോട്ട് പോകുന്നുണ്ട്. മോളിക്കുലാർ ഓർബിറ്റൽ തിയറി ഒരുപാട് കോമ്പൗണ്ട്സിലോട്ട് അപ്ലൈ ചെയ്തിട്ട് അതിന്റെ സ്ട്രക്ചർ നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ട്. യൂണിറ്റ് 3 ഫോസ്ഫറസ്, നൈട്രജൻ ആൻഡ് സൾഫർ നൈട്രജൻ കോമ്പൗണ്ട്സ് ആണ്. ഈ ഒരു കോമ്പിനേഷൻ വരുന്ന കോമ്പൗണ്ട്സ്, അതായത് ഫോസ്ഫറസ്, നൈട്രജൻ, സൾഫർ നൈട്രജൻ, ഈ ഒരു കോമ്പിനേഷനിൽ വരുന്ന കോമ്പൗണ്ട്സിന്റെ സിന്തസിസ്, സ്ട്രക്ചർ, ആപ്ലിക്കേഷൻസ്, ലിമിറ്റേഷൻസ്. ലിമിറ്റേഷൻ മീൻസ് അവരുടെ ടോക്സിസിറ്റി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 1 കവർ ചെയ്യാനുണ്ടാവുക. നെക്സ്റ്റ് ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി ആണ്. അതായത് ഓർഗാനോ മെറ്റാലിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു എലമെന്റ് ബോണ്ടഡ് ടു എ കാർബൺ ആറ്റം, അങ്ങനത്തെ കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കെമിസ്ട്രി മീൻസ് അവരുടെ സിന്തസൈസ്, സ്ട്രക്ചർ, ആപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഈ ഒരു ബ്ലോക്കിൽ ഓവറോൾ ആയിട്ട് നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 4 ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സ് ആണ്. ഓർഗാനോ മെറ്റാലിക് കോമ്പൗണ്ട്സിന്റെ സ്ട്രക്ചർ, സിന്തസൈസ്, അങ്ങനത്തെ കാര്യങ്ങൾ. യൂണിറ്റ് 5 മെറ്റൽ കാർബോണിൽസ് ആണ്. മെറ്റൽ കാർബോണിൽസ് എന്ന് പറയുമ്പോൾ MCO കോമ്പൗണ്ട്സ് ആണ്. അതായത് ബൊറൈൻസ്, കാർബോറൈൻസ്, മെറ്റാലോ ബൊറൈൻസ്, മെറ്റാലോ കാർബോറൈൻസ് പോലുള്ള കോമ്പൗണ്ട്സിന്റെ ഓവറോൾ കാര്യങ്ങൾ, അതായത് സിന്തസൈസ്, സ്ട്രക്ചർ, അവരുടെ അപ്ലിക്കേഷൻസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. നെക്സ്റ്റ് യൂണിറ്റ് 6 എന്ന് പറയുന്നത് മെറ്റൽ പൈ കോംപ്ലക്സുകളാണ്. ഒരുപാട് മെറ്റൽ ആറ്റംസ് പൈ ബോണ്ടുമായിട്ട് ലിഗേറ്റ് ചെയ്യും, മറ്റുള്ള ലിഗാൻസുമായിട്ട് പൈ ബോണ്ടിൽ ലിഗേറ്റ് ചെയ്യും. അങ്ങനത്തെ ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട്. വളരെ ആപ്ലിക്കേഷൻസ് ഉള്ള ഒരുപാട് കോംപ്ലക്സുകൾ ഉണ്ട്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 6 പഠിക്കും. യൂണിറ്റ് 7 എത്തുമ്പം അതിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ് യൂണിറ്റ് 7 എന്ന് പറയുന്നത്. കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ യൂണിറ്റ് 7 കവർ ചെയ്യും. നെക്സ്റ്റ് മെറ്റൽ ക്ലസ്റ്റേഴ്സ് ആണ്. മെറ്റൽ ക്ലസ്റ്റേഴ്സ് 1. യൂണിറ്റ് 9 എന്ന് പറയുന്നത് മെറ്റൽ ക്ലസ്റ്റേഴ്സ് 2. അതായത് ഇതുപോലെ തന്നെ മീൻസ് മെറ്റൽസ് ഒരു മെറ്റൽ തന്നെ ഒരുപാട് ലിഗാൻഡുമായിട്ട് അറ്റ് എ ടൈം അതിന് ലിഗേറ്റ് ചെയ്യാൻ പറ്റും, ഒരു ക്ലസ്റ്റർ ഓഫ് ലിഗാൻസുമായിട്ട്. സോ അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ യൂണിറ്റ് 8 കവർ ചെയ്യും. യൂണിറ്റ് 9 അതിന്റെ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് MCH 011 ഇൻഓർഗാനിക് കെമിസ്ട്രി 1 വോളിയം 2. വോളിയം 2 എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്. ബ്ലോക്ക് 3 ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. ഡി മെറ്റൽ കോംപ്ലക്സസ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറി ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ. അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ക്രിസ്റ്റൽ ഫീൽഡ് തിയറിയാണ്. CFSE എന്ന് പറയുന്ന തിയറി, ക്രിസ്റ്റൽ ഫീൽഡ് തിയറീസ്. അതിനകത്ത് ആക്ച്വലി നമ്മൾ ഡിഗ്രി ലെവലിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്പ്ലിറ്റിംഗ് എങ്ങനെയാണ്, ഡി ഓർബിറ്റൽസിന്റെ സ്പ്ലിറ്റിംഗ്, അതിന്റെ ക്രൈറ്റീരിയ എന്തൊക്കെയാണ്, സ്പ്ലിറ്റിംഗ് എനർജി, ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി, സ്ട്രോങ് ഫീൽഡ് ലിഗാൻസ്, വീക്ക് ഫീൽഡ് ലിഗാൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ട് നമ്മൾ ഡിഗ്രിയിൽ കവർ ചെയ്തിട്ടുണ്ടാകും. അതിന്റെ കുറച്ചൊരു അഡ്വാൻസ്ഡ് വെർഷൻ ആണ് ആക്ച്വലി ഇവിടെ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക ക്രിസ്റ്റൽ ഫീൽഡ് തിയറി എന്ന യൂണിറ്റിനകത്ത്. ദെൻ അതിന്റെ ആപ്ലിക്കേഷൻസും ലിമിറ്റേഷൻസും. ഒബീവിയസ് ആയിട്ടും ക്രിസ്റ്റൽ ഫീൽഡ് തിയറിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു അല്ലെ. സോ പക്ഷെ അതേസമയം ആപ്ലിക്കേഷൻസും ഉണ്ട്. ആ 2 ടോപ്പിക്സ് ആയിരിക്കും നമ്മൾ യൂണിറ്റ് 11 കവർ ചെയ്യുന്നുണ്ടാവും. ഓരോ കോമ്പൗണ്ട്സിനും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് MCH 011 ഇൻഓർഗാനിക് കെമിസ്ട്രി 1 ബ്ലോക്ക് 4 ആണ്. ബ്ലോക്ക് 4 ഡി മെറ്റൽ കോംപ്ലക്സസ്, മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രോണിക് സ്പെക്ട്ര. മെയിൻ ആയിട്ടും
പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആന്റി ഫെറോമാഗ്നറ്റിസം. നമുക്കറിയാം ഇത് അറൈസ് ചെയ്യുന്നതിന് ഇലക്ട്രോണിക് സ്പിൻ എങ്ങനെ ആയിരിക്കണം, പെയർഡ് ആണോ, അൺപെയർഡ് ആണോ, ഹാഫ് ഫിൽഡ് ആണോ, ഫുള്ളി ഫിൽഡ് ആണോ, ഡി ഓർബിറ്റൽസ്, ഡി ഇലക്ട്രോണിക് സ്പിൻ എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും ഓവറോൾ നമ്മൾ ഈ യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 12 എന്ന് പറയുന്നത് ബേസിക്സ് ഓഫ് മാഗ്നറ്റോ കെമിസ്ട്രി ആണ്. അതിനകത്ത് നമുക്ക് കവർ ചെയ്യാനുള്ളത് പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം ആണ്. ഡി സ്പിൻ എങ്ങനെ ആയിരിക്കുമ്പോഴാണ് പാരാമാഗ്നറ്റിസം അറൈസ് ചെയ്യുന്നത്, ഡി സ്പിൻ എങ്ങനെ ആയിരിക്കുമ്പോഴാണ് ഡയാമാഗ്നറ്റിസം അറൈസ് ചെയ്യുന്നത്. മീൻസ് ഡി സ്പിന്നിനെ എഫക്ട് ചെയ്യുന്ന ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി. വീക്ക് ഫീൽഡ് വരുമ്പോഴാണോ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്, സ്ട്രോങ് ഫീൽഡ് കോംപ്ലക്സ് ലിഗാൻസ് വരുമ്പോഴാണോ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്, അത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് 12 നമുക്ക് കവർ ചെയ്യാനുണ്ടാവുക. യൂണിറ്റ് 13 ഡിമെറ്റൽ കോംപ്ലക്സസ് മാഗ്നറ്റിസം, ദാറ്റ് മീൻസ് ഫെറോ മാഗ്നറ്റിസം, ആന്റി ഫെറോ മാഗ്നറ്റിസം ആണ് നമുക്ക് യൂണിറ്റ് 13 കവർ ചെയ്യും. യൂണിറ്റ് 13 കവർ ചെയ്യാനുണ്ടാവുക. യൂണിറ്റ് 14 എന്ന് പറയുന്നത് ഇലക്ട്രോണിക് സ്പെക്ട്ര ഓഫ് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സസ്. ദാറ്റ് മീൻസ് ഒരുപാട് ട്രാൻസിഷൻ മെറ്റൽ കോംപ്ലക്സുകൾ ഉണ്ട് അല്ലെ. ഇപ്പം നമുക്കറിയാം അതിന്റെ ഇലക്ട്രോണിക് സ്പെക്ട്ര നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കുന്നുണ്ടാകും. ഓക്കെ. പിന്നെ യൂണിറ്റ് 15 എന്ന് പറയുന്നത് ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര ആൻഡ് അസൈൻമെന്റ് ഓഫ് അബ്സല്യൂട്ട് കോൺഫിഗറേഷൻ. ചാർജ് ട്രാൻസ്ഫർ സ്പെക്ട്ര അറിയാം, ദാറ്റ് മീൻസ് LMCT, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ, അതൊക്കെ എങ്ങനെയാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് 15 നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. ഓവറോൾ നമുക്ക് ഈ ബ്ലോക്കിനകത്ത് കവർ ചെയ്യാനുള്ളത് മെയിൻ ആയിട്ട് മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് തന്നെയാണ്. പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം, ഫെറോമാഗ്നറ്റിസം, ആന്റി ഫെറോമാഗ്നറ്റിസം. ദെൻ ഇതുപോലെ കുറച്ച് ചാർജ്, മെറ്റൽ ടു ലിഗാൻഡ് ചാർജ് ട്രാൻസ്ഫർ, ലിഗാൻഡ് ടു മെറ്റൽ ചാർജ് ട്രാൻസ്ഫർ, അങ്ങനത്തെ കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ. നെക്സ്റ്റ് സ്റ്റീരിയോ കെമിസ്ട്രി ആണ്. ഓർഗാനിക് സ്റ്റാർട്ട് ചെയ്തു. MCH012 സ്റ്റീരിയോ കെമിസ്ട്രി ആൻഡ് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്. ഈ യൂണിറ്റിന്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്ത് സ്റ്റീരിയോ കെമിസ്ട്രി പഠിക്കാനുണ്ട്. എന്താണ് സ്റ്റീരിയോ കെമിസ്ട്രി? അതൊരു പാർട്ടാണ്. രണ്ടാമതൊരു പാർട്ട് എന്ന് പറയുന്നത് റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ആണ്. ഓക്കെ. അപ്പം ഫസ്റ്റ് ബ്ലോക്ക് ഈ പേപ്പറിന് ഇതുപോലെ വോളിയം 1, വോളിയം 2 എന്നാക്കിയിട്ടുണ്ട്. വോളിയം 1 നമ്മൾ സ്റ്റീരിയോ കെമിസ്ട്രി ആയിരിക്കും, വോളിയം 2 റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ് ആയിരിക്കും. ഓക്കെ. സോ വോളിയം 1 രണ്ട് ബ്ലോക്കാണ് വരുന്നത്, ബ്ലോക്ക് 1, ബ്ലോക്ക് 2. ബ്ലോക്ക് 1 സ്റ്റീരിയോ കെമിസ്ട്രി 1, ബ്ലോക്ക് 2 സ്റ്റീരിയോ കെമിസ്ട്രി 2. ഓക്കെ. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി 1 ആണ്. അതിനകത്ത് വരുന്ന യൂണിറ്റുകൾ മോളിക്യുലർ സിമെട്രി ആൻഡ് കൈറാലിറ്റി. യൂണിറ്റ് 2 സ്റ്റീരിയോ ഐസോമറിസം ആൻഡ് മോളിക്യൂൾസ് വിത്ത് കൈറാൽ സെന്റേഴ്സ്. യൂണിറ്റ് 3 കൺഫർമേഷൻ ഓഫ് 6 മെമ്പേർഡ് റിംഗ്സ്. യൂണിറ്റ് 4 സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് മോളിക്യൂൾസ് വിത്തൗട്ട് കൈറാൽ സെന്റേഴ്സ്. ഓക്കെ. യൂണിറ്റ് 1 നമുക്ക് കവർ ചെയ്യാനുണ്ടാവുക മെയിൻ ആയിട്ട് മോളിക്യൂൾസിന്റെ സിമെട്രി, കൈറാലിറ്റി, കിറാലിറ്റി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. അതായത് ഒരു മോളിക്യൂളിന്റെ സിമെട്രി എന്താണ്, സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണോ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണോ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ, ഡെക്സ്ട്രോ റൊട്ടേറ്ററി ആണോ, ലീവോ റൊട്ടേറ്ററി ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുപോലെ അതിന്റെ കൈറാലിറ്റി, എന്തൊക്കെയാണ് കൈറാൽ ആവാനുള്ള കണ്ടീഷൻസ്, കൈറാൽ ആയാൽ എന്തൊക്കെയായിരിക്കും ഒരു മോളിക്യൂളിന്റെ പ്രോപ്പർട്ടീസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 1 കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 2 സ്റ്റീരിയോ ഐസോമറിസം ഓഫ് മോളിക്യൂൾസ് വിത്ത് കൈറാൽ സെന്റേഴ്സ്. നമുക്കറിയാം കൈറാൽ സെന്റർ വന്നാൽ ദാറ്റ് മീൻസ് സ്റ്റീരിയോ സെന്റർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. 2n എന്ന ഫോർമുല ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് എത്ര സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ്, മീൻസ് അതിനകത്ത് തന്നെ അവര് ഫിഷർ പ്രൊജക്ഷൻ ഫോർമുല, ന്യൂമാൻ ഫോർമുല, സോഹോസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് യൂണിറ്റ് 2 കവർ ചെയ്യാനുണ്ടാവുക. ദെൻ യൂണിറ്റ് 3 എന്ന് പറയുന്നത് കൺഫർമേഷൻസ് ഓഫ് 6 മെമ്പേർഡ് റിംഗ്സ് ആണ്. കൺഫർമേഷൻ ഓഫ് 6 മെമ്പേർഡ് റിംഗ്സ് എന്ന് പറയുമ്പോൾ സൈക്ലോഹെക്സൈൻസ്, മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻസ്, ഡൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻസ് ആൻഡ് ട്രൈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് സൈക്ലോഹെക്സൈൻസ്. ഇത്രയും സൈക്ലോഹെക്സൈൻസിന്റെ ഡിഫറെന്റ് കൺഫർമേഷൻസ് എങ്ങനെയാണ്? കൺഫർമേഷൻസ് എന്ന് വെച്ചാൽ മീൻസ് മോണോ സബ്സ്റ്റിറ്റ്യൂട്ടഡിൽ തന്നെ ആന്റി വരാം, അതുപോലെ തന്നെ ഫ്ലൈയിങ് വെഡ്ജ് വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അതുപോലെ സൈക്ലോഹെക്സനോൺസും സൈക്ലോഹെക്സീൻസും കൂടെ നമ്മൾ ഈ യൂണിറ്റിനകത്ത് കവർ ചെയ്യുന്നുണ്ടാകും. ദെൻ യൂണിറ്റ് 4 എന്ന് പറയുന്നത് സ്റ്റീരിയോ കെമിസ്ട്രി ഓഫ് മോളിക്യൂൾസ് വിത്തൗട്ട് കൈറാൽ സെന്റർ. കൈറാൽ സെന്റർ ഇല്ലാത്ത മോളിക്യൂൾസിന്റെ സ്റ്റീരിയോ കെമിസ്ട്രി, അതായത് അവരുടെ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണോ, നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജസ് ആണോ, പ്ലെയിൻ ഓഫ് സിമെട്രി ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ അവരുടെ സ്റ്റീരിയോ കെമിസ്ട്രി ഡിറ്റർമിൻ ചെയ്യുന്നുണ്ടാവുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 1 കവർ ചെയ്യാനുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 2 സ്റ്റീരിയോ കെമിസ്ട്രി 2 ഏകദേശം ബ്ലോക്ക് 1ന്റെ ഒരു കണ്ടിന്യൂവേഷൻ തന്നെയാണ് നമ്മുടെ ബ്ലോക്ക് 2 എന്ന് പറയുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്നത് കോൺഫിഗറേഷൻ ആൻഡ് ഇറ്റ്സ് കോറിലേഷൻ. ദാറ്റ് മീൻസ് അതിനകത്ത് നമുക്ക് പഠിക്കാനുണ്ടാവുക ഇസെഡ് ഐസോമറിസം, ആർ ആൻഡ് എസ്, ഡി ആൻഡ് എൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇത്രയും കോൺഫിഗറേഷൻസ് ഇതായിരിക്കും നമുക്ക് യൂണിറ്റ് 5 കവർ ചെയ്യാനുണ്ടാവുക. യൂണിറ്റ് 6 എത്തുമ്പോൾ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ടോപ്പിസിറ്റി, പ്രോസ്റ്റീരിയോ ഐസോമറിസം എല്ലാം സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് മീൻസ് ഇനാൻഷ്യോ ടോപ്പിക് ആണോ ഡയാസ്റ്റീരിയോ ടോപ്പിക് ആണോ, എപ്പോഴാണ് ഒരു കോമ്പൗണ്ട് ഡയാസ്റ്റീരിയോ ടോപ്പിക്. ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടാകും ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്ത് വേറൊരു ആറ്റം വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അത് ഇനാൻഷ്യോ ടോപ്പിക് ആവും, അല്ലെങ്കിൽ അത് ഡയാസ്റ്റീരിയോ ടോപ്പിക് ആവും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിനുള്ള കണ്ടീഷൻസ്, ഡയാസ്റ്റീരിയോ ടോപ്പിക് ആവാനുള്ള കണ്ടീഷൻസ്, ടോപ്പിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 6 കവർ ചെയ്യാനുള്ളത്. നെക്സ്റ്റ് യൂണിറ്റ് 7 എന്ന് പറയുന്നത് അസിമെട്രിക് ഇൻഡക്ഷൻ ആൻഡ് യൂണിറ്റ് 8 മോളിക്കുലാർ ഡിസിമെട്രി ആൻഡ് കൈറോ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ്. ഒരുപാട് അതായത് കൈറോ ഓപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണോ, ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ, ഒപ്റ്റിക്കൽ പ്ലെയിൻസ് ഉണ്ടോ, പ്ലെയിൻ ഓഫ് സിമെട്രീസ് ഉണ്ടോ, സിഗ്മാവി പ്ലെയിൻ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് ഓവറോൾ ഈ ഒരു ബ്ലോക്കിനകത്ത് നമുക്ക് കവർ ചെയ്യാനുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3 സെക്കൻഡ് പാർട്ട് ആണ്. ഈ ഒരു പേപ്പറിന്റെ സെക്കൻഡ് പാർട്ട് ആയിട്ടുള്ള റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സ്. നമുക്കറിയാം ഒരുപാട് ഓർഗാനിക് റിയാക്ഷൻസിൽ ഇന്റർമീഡിയറ്റ്സ് ആയിട്ട് വരുന്ന പൊതുവെയുള്ള കാർബോകാറ്റിയോൺസ്, കാർബാനയോൺസ്, ഫ്രീ റാഡിക്കൽസ്, അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഓലെ കുറിച്ചാണ് മെയിൻ ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. ആക്ച്വലി ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഗാനിക് റിയാക്ഷൻ മെക്കാനിസം വെച്ചിട്ടാണ്. ദാറ്റ് മീൻസ് ഓരോ ഓർഗാനിക് റിയാക്ഷൻസിന്റെയും മെക്കാനിസം ആയിരിക്കും നമ്മൾ ഇനീഷ്യലി പഠിക്കുന്നുണ്ടാവുക. സോ ആ മെക്കാനിസത്തിനകത്ത് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത് കാർബോകാറ്റിയോണോ, കാർബാനിയോണോ, ഫ്രീ റാഡിക്കലോ അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. സോ നമ്മൾ സെക്കൻഡ് യൂണിറ്റ് എത്തുമ്പോഴേക്കും എന്ത് പഠിക്കും, അതിനകത്ത് ഫസ്റ്റ് യൂണിറ്റിൽ ഇന്റർമീഡിയറ്റ് ആയി വന്നിട്ടുള്ള കാർബോകാറ്റിയോൺസിനെ കുറിച്ച്, കാർബോകാറ്റിയോൺസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും അവരുടെ സ്റ്റെബിലിറ്റി വരുന്നത്. സോ അപ്പോൾ ആ ഒരു സ്ട്രക്ചറിന്റെയും സ്റ്റെബിലിറ്റിന്റെ ആസ്പെക്റ്റിൽ നമുക്ക് പറയാൻ പറ്റും ഓർഗാനിക് റിയാക്ഷൻസിൽ ഏത് കാർബോകാറ്റിയോൺ ആയിരിക്കും ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്നത്. അത്രയും കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യാം. ദെൻ കാർബോകാറ്റിയോൺസിന്റെ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ് ആണ്. SN1 SN2 പോലുള്ള റിയാക്ഷൻസ് എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. കാർബോകാറ്റിയോൺസ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുമ്പോഴുള്ള റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസ്. ദെൻ യൂണിറ്റ് 12 നമ്മൾ കാർബാനയോൺസ് സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 4 ആണ്. റിയാക്റ്റീവ് ഇന്റർമീഡിയറ്റ്സിന്റെ സെക്കൻഡ് പാർട്ട് ആണ്. ഫ്രീ റാഡിക്കൽസ് മീൻസ് ഫ്രീ റാഡിക്കൽസ് ആസ് ഇന്റർമീഡിയറ്റ്. ഫ്രീ റാഡിക്കൽ ആവുമ്പോൾ അവിടെ എന്തായിരിക്കും, ബോണ്ട് ബ്രേക്കേജ് അല്ല നടക്കുക, ബട്ട് ബോണ്ട് ക്ലീവേജ് മീൻസ് ആ ബോണ്ടിലെ 2 ഇലക്ട്രോൺ ഒന്ന് ഒരാൾക്കും മറ്റൊന്ന് വേറൊരാൾക്കും, നമ്മൾ അതിനെ ഒരു ഡോട്ട്, ഇലക്ട്രോൺ ഒരു ഡോട്ട് ആയിട്ടായിരിക്കും ഒരു ഫ്രീ റാഡിക്കൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുമ്പോഴുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ സ്റ്റെബിലിറ്റി, സ്ട്രക്ചർ, അവരുടെ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന റിയാക്ഷൻസ്, റിയാക്ഷൻ മെക്കാനിസംസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് യൂണിറ്റ് 13 ഡീൽ ചെയ്യാനുണ്ടാവുക. അപ്പോൾ യൂണിറ്റ് 15 എന്ന് പറയുന്നത് നൈട്രീൻസ് ആസ് ഇന്റർമീഡിയറ്റ്സ് ആണ്. നൈട്രീൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമ്മൾ നൈട്രീൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, അല്ലീൻസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്, സ്പൈറൈൻസിനെ കുറിച്ചും കൂടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അതിനകത്ത് പഠിക്കും. ഇത്രയും ഇന്റർമീഡിയറ്റ്സിന്റെ സ്ട്രക്ചർ, സ്റ്റെബിലിറ്റി, അവർ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുമ്പോഴുള്ള റിയാക്ഷൻ മെക്കാനിസംസ്. പിന്നെ ഫൈനലി അരൈൻസ് മീൻസ് അരൈൻസ് എന്ന് പറഞ്ഞ എല്ലാവർക്കും അറിയുണ്ടാവും, സൈക്ലിക് സിസ്റ്റത്തിലോട്ട് കടന്നു. നമ്മൾ സൈക്ലിക് ഓർഗാനിക് റിയാക്ഷൻസിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുന്ന ആളാണ് അരൈൻസ് എന്ന് പറയുന്നത്. അവരുടെ സ്ട്രക്ചർ, സ്റ്റെബിലിറ്റി, അവർ ഇന്റർമീഡിയറ്റ് ആയിട്ട് വരുമ്പോഴുള്ള റിയാക്ഷൻ മെക്കാനിസംസ്. ഇത്രയാണ് നമുക്ക് ബ്ലോക്ക് 4 കവർ ചെയ്യാനുണ്ടാവുക. നെക്സ്റ്റ് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രി MCH 013 ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി. ഇതും ഇതുപോലെ വോളിയം 1 വോളിയം 2 എന്ന് പറഞ്ഞിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. വോളിയം 1 തെർമോഡൈനാമിക്സ്, സോളിഡ് സ്റ്റേറ്റ്, റിയാക്ഷൻ കൈനറ്റിക്സ്. ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനുള്ളത് തെർമോഡൈനാമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ്. ബ്ലോക്ക് 2 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് റിയാക്ഷൻ റേറ്റ് തിയറീസ്. ഓക്കെ, ബ്ലോക്ക് 2 സോളിഡ് സ്റ്റേറ്റ് ആൻഡ് റിയാക്ഷൻ റേറ്റ് തിയറീസ്. യൂണിറ്റ് 5 എന്ന് പറയുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് സോളിഡ് സ്റ്റേറ്റ് ആണ്. സോളിഡ് സ്റ്റേറ്റിന് മീൻസ് ബേസിക് ആയിട്ട് ഒരു സോളിഡ് സ്റ്റേറ്റിനുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടാകും, അവർ കാണിക്കുന്ന കുറച്ച് തിയറീസ് ഒക്കെ ഉണ്ടാവും. നമ്മൾ ഡിഗ്രി ലെവലിലെല്ലാം വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വന്നിട്ടുണ്ട്. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ തന്നെയാണ് നമുക്ക് ഇവിടെയും കവർ ചെയ്യാനുണ്ടാവുക. യൂണിറ്റ് 6 ആകുമ്പോൾ പിന്നെ ക്രിസ്റ്റൽ സിമെട്രി സ്റ്റാർട്ട് ചെയ്യും. ഒരു ക്രിസ്റ്റൽ ലാറ്റിസ്, അതുപോലെ
ക്രിസ്റ്റൽ സ്ട്രക്ചർ, ക്രിസ്റ്റൽ ബോണ്ടിങ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അത്രയും കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 6 കവർ ചെയ്യാനുണ്ടാവുക. യൂണിറ്റ് 8 കവർ ചെയ്യാനുള്ളത് മെയിൻ ആയിട്ടും 2 തിയറീസ് ആണ്, കൊളീഷൻ തിയറി, ട്രാൻസിഷൻ സ്റ്റേറ്റ് തിയറി. ഈ 2 തിയറി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് ആണ്. ഈ തിയറീസ് അത് ആസ്പെക്ട് ചെയ്തിട്ടുള്ള ഡെറിവേഷൻസ്, പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങൾ നമുക്ക് യൂണിറ്റ് 7 പഠിക്കാനുണ്ടാകും. യൂണിറ്റ് 8 എന്ന് പറഞ്ഞ തിയറീസ് ഓഫ് യൂണിമോളിക്കുലർ റിയാക്ഷൻസ്. യൂണിമോളിക്കുലർ റിയാക്ഷൻസിന്റെ തിയറീസ് മീൻസ് നമുക്ക് ഒന്നും കൂടെ പ്രോബ്ലമാറ്റിക് പേപ്പർ എന്ന് പറയുന്നത് ഫിസിക്കൽ കെമിസ്ട്രി ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലാണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ഡെറിവേഷൻസും അതുപോലെ പ്രോബ്ലംസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടാവുക. ഓക്കെ, ദെൻ വോളിയം 2 ഇലക്ട്രോ കെമിസ്ട്രി, ട്രാൻസ്പോർട്ട് ആൻഡ് റിയാക്ഷൻ കൈനറ്റിക്സ്. മെയിൻ ആയിട്ടും ഇലക്ട്രോ കെമിസ്ട്രി അതുപോലെ റിയാക്ഷൻ കൈനറ്റിക്സ്, ആ 2 ടോപ്പിക്സ് ആയിരിക്കും ഇതിനകത്ത് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് കൈനറ്റിക്സ് ആൻഡ് കറ്റാലിസിസ്, ബ്ലോക്ക് 4 ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന. ഓക്കെ, സോ ബ്ലോക്ക് 3 കൈനറ്റിക്സ് ആൻഡ് കാറ്റാലിസിസ്. കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എത്ര സ്പീഡിൽ ഒരു റിയാക്ഷൻ നടത്താം, അത് നമുക്ക് ഇനീഷ്യലി ആ റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുന്നതിന്റെ മുന്നേ തന്നെ നമുക്കറിയാം കുറച്ച് ലോസ് ഒക്കെ ഉണ്ടല്ലേ, ലോസ് ഇക്വേഷൻസ് ഒക്കെ അത് വെച്ച് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു റിയാക്ഷന്റെ റേറ്റ് ഇത്ര ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതും ആക്ച്വലി ഒരു പ്രോബ്ലമാറ്റിക് ടോപ്പിക് ആണ്. ഈ ഭാഗത്ത് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് കാണാറുണ്ട്. സോ ഒരു ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് കൈനറ്റിക്സ് ഓഫ് റിയാക്ഷൻസ് ഇൻ സൊല്യൂഷൻ, സൊല്യൂഷൻസിന്റെ കൈനറ്റിക്സ് ആണ്. ദെൻ കൈനറ്റിക്സ് ഓഫ് ഫാസ്റ്റ് റിയാക്ഷൻസ്, പെട്ടെന്ന് നടക്കുന്ന റിയാക്ഷൻസിന്റെ കൈനറ്റിക്സ്, അവരുടെ ഹാഫ് ലൈഫ് എങ്ങനെ ആയിരിക്കണം, അതുപോലെ അവരുടെ നെഗറ്റീവ് വാല്യൂ ആവോ പോസിറ്റീവ് വാല്യൂ ആവോ, ഗിബ്സ് ഹെൽമോൾട്സ് ഇക്വേഷൻ എങ്ങനെ, ഗിബ്സ് എനർജി എങ്ങനെ ആയിരിക്കണം, അങ്ങനത്തെ ഫീസിബിൾ ആണോ നോൺ ഫീസിബിൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും യൂണിറ്റ് 10 കവർ ചെയ്യുക. യൂണിറ്റ് 11 ആകുമ്പോൾ കാറ്റാലിസിസ്. കാറ്റാലിസിസ് എല്ലാവർക്കും അറിയാം, ഒരു കാറ്റലിസ്റ്റ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു റിയാക്ഷൻ കണ്ടക്ട് ചെയ്യുക, അതാണ് കാറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ കേസസിലുള്ള റേറ്റ് ഇക്വേഷൻസ്, ഹാഫ് ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 11 കവർ ചെയ്യാനുള്ളത്. യൂണിറ്റ് 12 ജസ്റ്റ് കണ്ടിന്യൂഷൻ ഓഫ് യൂണിറ്റ് 11 ആണ്, കൈനറ്റിക്സ് ഓഫ് എൻസൈം റിയാക്ഷൻസ്. ഒരുപാട് എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഉണ്ട്. എൻസൈംസ് എന്ന് പറയുന്നത് ബേസിക്കലി കാറ്റലിസ്റ്റ് ആണ്, ബയോളജിക്കൽ കാറ്റലിസ്റ്റ് ആണല്ലോ എൻസൈംസ് എന്ന് പറയുന്നത്. സോ എൻസൈം കാറ്റലൈസ്ഡ് റിയാക്ഷൻസ് ഉണ്ടാകും. അതുപോലത്തെ റിയാക്ഷൻസിന്റെ കൈനറ്റിക്സ്, റേറ്റ്, ഹാഫ് ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമുക്ക് ബ്ലോക്ക് 3 കവർ ചെയ്യാനുണ്ടാവുക. നെക്സ്റ്റ് ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് ഫിനോമിന. ഇതിനകത്ത് ഇമ്പോർട്ടന്റ് ആയ 2 യൂണിറ്റ് ആണ് ഡിബൈ-ഹക്കൽ തിയറി 1, ഡിബൈ-ഹക്കൽ തിയറി 2. മീൻസ് കുറച്ചധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ് ആണത്. ഡിബൈ-ഹക്കൽ തിയറി 1, ഡിബൈ-ഹക്കൽ തിയറി 2 നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. കുറച്ച് അഡ്വാൻസ്ഡ് ടോപ്പിക് ആണ്. ദെൻ യൂണിറ്റ് 5 ആകുമ്പോൾ ട്രാൻസ്പോർട്ട്, അതായത് ഡിഫ്യൂഷൻ, വിസ്കോസിറ്റി പോലുള്ള ഫിനോമിനാസ് ആണ് നമ്മൾ യൂണിറ്റ് 5 കവർ ചെയ്യുക. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ, എന്താണ് വിസ്കോസിറ്റി, വിസ്കസ് ഫ്ലൂയിഡ് എന്താണ്, എന്താണ് മീൻസ് അപ്പോഴുള്ള ആ ഒരു മോളിക്യൂൾസിന്റെ അട്രാക്ഷൻസ് എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂണിറ്റ് 15 കവർ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 16 വേറൊരു ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ട് ഫിനോമിനയാണ്, തെർമൽ ആൻഡ് ഇലക്ട്രിക്കൽ ഇൻഡക്ഷൻ. മീൻസ് നമുക്കറിയാം ഇപ്പൊ നമ്മള് ചൂടാക്കുന്ന സമയത്ത് ഹീറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ആ ഹീറ്റ് എനർജി സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു മോളിക്യൂളിൽ നിന്ന് മറ്റൊരു മോളിക്യൂളിലോട്ട് സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് ഓവറോൾ ആ ഒരു ഹീറ്റ് എനർജി, തെർമൽ എനർജി സ്പ്രെഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഇലക്ട്രിക്കൽ കറന്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്തും അല്ലെ. ഈ ഒരു ഫിനോമിന, ഈ ഒരു ട്രാൻസ്പോർട്ട് ഫിനോമിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് 16 കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ദെൻ എലക്ടീവ് പേപ്പർ ആണ് MCH 014 മാത്തമാറ്റിക്സ് ഫോർ കെമിസ്റ്റ് എന്നുള്ളത്. 2 ബ്ലോക്ക് ആണ് വരുന്നത്. ആക്ച്വലി ഈ ഒരു പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുക നമുക്ക് കെമിസ്ട്രിക്ക് വേണ്ട മാത്തമാറ്റിക്സ് ആണ്, ബേസിക് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങളായിരിക്കും നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 1 എന്ന് പറയുന്നത് ഫംഗ്ഷൻസ്, ആൾജിബ്ര, വെക്ടേഴ്സ് ആൻഡ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ബ്ലോക്ക് 2 ഇന്റഗ്രൽ കാൽക്കുലസ്, മെട്രിസസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ബ്ലോക്ക് 1 നമുക്ക് വരുന്നത് ഫസ്റ്റ് സെറ്റ്സ് ആൻഡ് ഗ്രാഫ് ഫംഗ്ഷൻസ്. നമുക്കറിയാം സെറ്റ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ബ്രാക്കറ്റിന്റെ അകത്ത് കുറച്ച് നമ്പേഴ്സ് ഒക്കെ എഴുതി, പിന്നെ യൂണിയൻ ഓഫ് സെറ്റ്സ് മീൻസ് സെറ്റ്സിന്റെ അഡീഷൻ, സെറ്റ്സിന്റെ സബ്സ്ട്രാക്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് യൂണിറ്റ് 1 കവർ ചെയ്യാനുള്ളത്. യൂണിറ്റ് 2 എലമെന്ററി ആൾജിബ്ര. യൂണിറ്റ് 3 വെക്ടേഴ്സ് നമുക്ക് വരുന്നുണ്ട്. വെക്ടേഴ്സ് നമുക്ക് ചില ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എല്ലാം വെക്ടർ ക്വാണ്ടിറ്റി ആണ്, അതുകൊണ്ട് തന്നെ വെക്ടേഴ്സിന്റെ അഡീഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂണിറ്റ് 4 ഡിഫറൻഷ്യൽ കാൽക്കുലസ്. യൂണിറ്റ് 5 ആപ്ലിക്കേഷൻ ഓഫ് ഡിഫറൻഷ്യൽ കാൽക്കുലസ്. ഡിഫറൻഷ്യൽ കാൽക്കുലസിനെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ പേപ്പറിൽ നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക. പിന്നെ യൂണിറ്റ് 5 ആ ഡിഫറൻഷ്യൽ കാൽക്കുലസിന്റെ ആപ്ലിക്കേഷൻസും.
ദെൻ ബ്ലോക്ക് 2 വരുമ്പം ഇന്റഗ്രൽ കാൽക്കുലസ്, മെട്രിസസ്, പ്രോബബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഇന്റഗ്രൽ കാൽക്കുലസ് ആണ്. ബ്ലോക്ക് 1 നമ്മൾ ഡിഫറൻഷ്യൽ കാൽക്കുലസും അതിന്റെ ഇക്വേഷൻ ആപ്ലിക്കേഷൻസും കവർ ചെയ്യും. ബ്ലോക്ക് 2 എത്തുമ്പോൾ ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയി ഇന്റഗ്രൽ കാൽക്കുലസിനെ കുറിച്ച് പഠിക്കുന്നുണ്ട്. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ്, ഡി ബൈ ഡി എക്സ് ഓഫ്, ഡി സ്ക്വയർ ബൈ ഡി എക്സ് ഓഫ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യമാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അത് ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് ഡെറിവേഷൻസിൽ, മെയിൻ ആയിട്ടും ക്ലോഷ്യസ് ക്ലേപ്രോൺ ഇക്വേഷൻസിലെല്ലാം നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഡി ബൈ ഡി എക്സും അറിഞ്ഞിരിക്കണം, ഡോ ബൈ ഡോ എക്സ് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ദെൻ മെട്രിക്സ് ആൾജിബ്ര, മെട്രിസസിന്റെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. ദെൻ പ്രോബബിലിറ്റി ആൻഡ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇൻ കെമിസ്ട്രി. മീൻസ് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞൊരു പേപ്പർ തന്നെ ഉണ്ട് അല്ലെ. സോ അവിടെ നമുക്ക് എന്താണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്സ് വേണ്ടി വരും. അതാ പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ പഠിക്കുന്നത് ജനറൽ ഫിസിക്കൽ കെമിസ്ട്രി സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കും. കാരണം നമുക്ക് ഫിസിക്കൽ കെമിസ്ട്രിയിലാണ് ഒന്നും കൂടെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ദെൻ അടുത്തത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ MCH 011 ഇൻഓർഗാനിക് കെമിസ്ട്രി 1. ആക്ച്വലി ഇത് ലാബ് ആണ്. പ്രാക്ടിക്കൽ 1 എന്ന് പറയുന്ന ഫസ്റ്റ് ലാബിലെ പേപ്പർ ആണ്. ബ്ലോക്ക് 1 നമുക്ക് മീൻസ് ഇതിനകത്ത് നമ്മൾ ഒരുപാട് റിയാക്ഷൻസ് പരിചയപ്പെടുന്നുണ്ടാവും. ഇപ്പൊ ഇവിടെ നോക്കിയാൽ തന്നെ നമുക്ക് എത്ര എക്സ്പെരിമെന്റ് 2, 3 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് റിയാക്ഷൻസ് നമുക്ക് ഉണ്ടാകും. അതിനകത്ത് ഇത് കംപ്ലീറ്റ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല. സ്റ്റഡി സെന്റർ ആയിരിക്കും തീരുമാനിക്കുന്നത് നിങ്ങൾ ഏതൊക്കെ റിയാക്ഷൻസ് ചെയ്യണം എന്ന കാര്യങ്ങൾ. അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ ബേസിസിലായിരിക്കും അവരത് ഡിസൈഡ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, സോ ബ്ലോക്ക് 1 യൂണിറ്റ് 1 എന്ന് പറയുന്നത് ക്വാളിറ്റേറ്റീവ് ഇൻഓർഗാനിക് അനാലിസിസ് വിത്ത് റയർ മെറ്റൽസ്. ഓരോ എക്സ്പെരിമെന്റ് കോംപ്ലക്സോമെട്രിക് ടൈട്രേഷൻസ്. എക്സ്പെരിമെന്റ് 3 എന്ന് പറയുന്നത് ഗ്രാവിമെട്രി ആണ്. എസ്റ്റിമേഷൻ ഓഫ് കോപ്പർ ആൻഡ് നിക്കൽ ഇൻ എ മിക്സ്ചർ ഓഫ് ഗ്രാവിമെട്രി. നമ്മൾ ഡിഗ്രിയിൽ പ്രാക്ടീസ് ചെയ്ത് പോകുന്ന എക്സ്പെരിമെന്റ്സ് തന്നെയാണ് നമുക്ക് ഇവിടെയും പഠിക്കാനുള്ളത്. കോംപ്ലക്സോമെട്രി ആണെങ്കിലും ഗ്രാവിമെട്രി ആണെങ്കിലും ഒക്കെ നമ്മൾ ഡിഗ്രിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകും. ഓക്കെ, ദെൻ MCH L012 കെമിസ്ട്രി ലാബ് 2 പാർട്ട് എ. ഇത് ഓർഗാനിക്കിന്റെ ലാബ് ആണ്. Part A, identification of components in a two-component mixture and preparation of their derivatives. Part B, preparation of some organic compounds. Okay, identification of components in a two-component mixture and preparation of their derivative. ഇപ്പൊ ഇതിനകത്ത് നോക്കിയാൽ നമുക്കറിയാം, നമുക്ക് ഒരുപാട് ഏകദേശം ഒരു 6 എക്സ്പെരിമെന്റ് വരെ ഉണ്ട് അല്ലെ. സോ ഈ 6 എക്സ്പെരിമെന്റും നമ്മൾ ചെയ്യണം എന്നല്ല അതിന്റെ അർത്ഥം. ഇതിനകത്തുനിന്ന് വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള നമ്മൾ മീൻസ് നമ്മുടെ സ്റ്റഡി സെന്റർ മാറി വാന്യൂസ് ആണ്, ട്രിവാൻഡ്രത്തില്. അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിയേജൻസും ഇൻഫ്രാസ്ട്രക്ചറും വെച്ചിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, യൂണിറ്റ് 1 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് സെപ്പറേഷൻ ഐഡന്റിഫിക്കേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അതിനകത്ത് തന്നെ എക്സ്പെരിമെന്റ് 1 എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദി കോമ്പൗണ്ട്സ് ഓഫ് എ ബൈനറി മിക്സ്ചർ കണ്ടെയ്നിങ് 1 acidic compound and 1 neutral compound. അതായത് ഏതെങ്കിലും 2 ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഇപ്പൊ നാഫ്തലിനും ബെൻസോഫീനോണും അങ്ങനെ ഏതെങ്കിലും 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് മിക്സ് ചെയ്ത് തരും. നമുക്കൊരു ലാബ് മാനുവൽ ഉണ്ടാകും. ആ ലാബ് മാനുവലിന്റെ ബേസിസിൽ നമ്മൾ അത് കണ്ടുപിടിക്കുക. ഇതിനകത്ത് ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇപ്പൊ നമ്മൾ ഡിഗ്രിക്കാണെങ്കിൽ സോൾട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും. കാറ്റിയോണും ആനിയോണും മിക്സ് ചെയ്ത് തന്നിട്ട് നമ്മൾ അതിനകത്ത് കാറ്റിയോൺ ഏതാണ് ആനിയോൺ ഏതാണെന്ന് റിപ്പോർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് 2 ഓർഗാനിക് കോമ്പൗണ്ട്സ് ആയിരിക്കും മിക്സ് ചെയ്ത് തരുന്നത്. സോ ഓർഗാനിക് കോമ്പൗണ്ട് 1 ഏതാണ്, ഓർഗാനിക് കോമ്പൗണ്ട് 2 ഏതാണ്, അതാണ് അതിനകത്ത് നമുക്ക് പറയാനുണ്ടാവുക. പിന്നെ എക്സ്പെരിമെന്റ് 2 എന്ന് പറയുന്നത് to separate and identify the components of a binary mixture containing a carbohydrate and a neutral compound. അതിനകത്ത് ഒരു കോമ്പൗണ്ട് ആൾറെഡി തന്നിട്ടുണ്ടോ, ഒന്ന് കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. അത് ഏത് കാർബോഹൈഡ്രേറ്റ് ആണെന്ന് മേ ബി നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഒന്ന് ന്യൂട്രൽ കോമ്പൗണ്ട് ആയിരിക്കും. എക്സ്പെരിമെന്റ് 3 to separate the components of a binary mixture containing a basic compound and a neutral compound. ഒന്ന് ബേസിക് ആണ്, മറ്റത് ന്യൂട്രൽ കോമ്പൗണ്ട് ആണ്. ഓക്കെ, ദെൻ ഇതിനകത്ത് എക്സ്പെരിമെന്റ് 4 വരുന്നത് to separate and identify the components of a binary mixture 1 of unknown compounds. അതിനകത്ത് 2 കോമ്പൗണ്ട്സ് നമുക്കറിയില്ല, അസിഡിക് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ കാർബോഹൈഡ്രേറ്റ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. 2ഉം അൺനോൺ കോമ്പൗണ്ട്സ് ആയിരിക്കും. അതിനകത്ത് ഒന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടി വരും. Then experiment 5 എന്ന് പറയുന്നത് to separate and identify the components of a binary mixture 2 of unknown compounds. ഇതുപോലെ 2 unknown compounds തരും, സെപ്പറേറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക,
റിപ്പോർട്ട് ചെയ്യാം. മീൻസ് ഏത് ഓർഗാനിക് കോമ്പൗണ്ട് ആണ് അതിനകത്തുള്ളത്. എക്സ്പെരിമെന്റ് 6 എന്ന് പറയുന്നത് ടു സെപ്പറേറ്റ് ആൻഡ് ഐഡന്റിഫൈ ദി കോമ്പോണൻസ് ഓഫ് എ ബൈനറി മിക്സ്ചർ ഓഫ് അൺനോൺ കോമ്പൗണ്ട്സ്. ഇതന്നെ ഇതിനകത്ത് കോമ്പൗണ്ട്സ് ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും എക്സ്പെരിമെന്റ്സ് നമുക്ക് നമ്മുടെ സിലബസിനകത്തുണ്ട്. പക്ഷെ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവില്ല. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള ചിലത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് എക്സാമിനും തരുന്നുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് പ്രിപ്പറേഷൻ ഓഫ് സം ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. ഫസ്റ്റ് ഓർത്തോ ബെൻസോയിൽ ബെൻസോയിക് ആസിഡ്, ഫ്രൈഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ ആണത്, അതിന്റെ പ്രിപ്പറേഷൻ. ദെൻ നൈട്രോ ബെൻസോയിക് ആസിഡ് ടു പാരാ നൈട്രോ ടോളുബിൻ, ഓക്സിഡേഷൻ റിയാക്ഷൻ ആണ്. ഓക്സിഡേഷൻ ആയിരിക്കും നമ്മൾ അവിടെ ചെയ്യുന്നുണ്ടാവുക. ദെൻ എക്സ്പെരിമെന്റ് 3 ആന്ത്രാക്വിനോൺ ഫ്രം ആന്ത്രസീൻ, ആന്ത്രസീനിൽ നിന്ന് ആന്ത്രാക്വിനോണിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുക. ദെൻ ഗ്ലൂക്കോസ് പെൻഡാ അസറ്റേറ്റ് ഫ്രം ഗ്ലൂക്കോസ്, അസറ്റൈലേഷൻ ആയിരിക്കും നമ്മൾ ചെയ്യുന്ന റിയാക്ഷൻ. അസറ്റൈലേഷൻ വഴി ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും ഗ്ലൂക്കോസ് പെൻഡാസെറ്റേറ്റ് എന്ന് പറയുന്നത്. ദെൻ മെട്രാ നൈട്രോ അനിലിൻ ആൻഡ് മെറ്റാൻ ഫ്രം മെറ്റാ ഡൈനൈട്രോ ബെൻസിൻ. ഡൈനൈട്രോ ബെൻസിൻ നമുക്കറിയാം, നമ്മൾ ഡിഗ്രിക്ക് പഠിക്കുന്ന ഓർഗാനിക്കിൽ പഠിക്കുന്ന റിയാക്ഷൻസ് ആണത്. മെറ്റാ ഡൈനൈട്രോ ബെൻസീനെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മെറ്റാ നൈട്രോ അനിലിൻ ആയിരിക്കും. ദെൻ പാർട്ട് ബിയിൽ ഇതുപോലെ പ്രിപ്പറേഷൻസ് തന്നെയാണ്. ബെൻസോഫിനോൺ ഓക്സൈം ഫ്രം ബെൻസോഫിനോൺ, അഡീഷൻ റിയാക്ഷൻ ആണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ബെൻസോഫിനോണിന് അഡീഷൻ റിയാക്ഷൻ നടത്തി കഴിയുമ്പോൾ ബെൻസോഫിനോൺ ഓക്സൈം ആയിരിക്കും ഫോം ചെയ്യുന്നത്. സാൻമേയേഴ്സ് റിയാക്ഷൻ, ഈ സാൻമേയേഴ്സ് റിയാക്ഷന്റെ തിയറി നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതായത് പാരാ ടോളുവിഡിനെ നമ്മൾ സാൻമേയേഴ്സ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ പാരാ ക്ലോറോ ടോളുവിൻ ആയിരിക്കും ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് ഇതുപോലെ 2,3 ഡൈമീഥൈൽ ഇൻഡോൾ ഫ്രം ഫിനൈൽ ഹൈഡ്രസീൻ ആൻഡ് 2 ബ്യൂട്ടൈൽ നൺ ബൈ ഫിഷർ ഇൻഡോൾ സിന്തസിസ്. ഇത് ആക്ച്വലി ഇതുപോലെ ഒരു പ്രിപ്പറേഷൻ സിന്തസിസ് ആണ്. മെയിൻ ആയിട്ടും ഈ പ്രിപ്പറേഷൻസ് അത്ര പാടുള്ള റിയാക്ഷൻസ് ഒന്നും ആവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് കിട്ടുന്ന റിയാക്ഷൻസ് ആയിരിക്കും. ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സേഫ്റ്റി മെഷേഴ്സ് ആണ്. ഉറപ്പായിട്ടും നമ്മൾ നിങ്ങൾക്ക് അവിടുന്ന് പറഞ്ഞു തരും, ഇവാനിയോസ് പറഞ്ഞു തരുന്നുണ്ടാകും. നമ്മൾ ഗ്യാസ് മാസ്ക് യൂസ് ചെയ്യണം, ഗ്ലൗസ് യൂസ് ചെയ്യണം, ഗൂഗിൾസ് യൂസ് ചെയ്യണം. കാരണം നമ്മൾ ഡീൽ ചെയ്യുന്നത് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്, ഹൈലി ടോക്സിക് ആയിട്ടുള്ള കോമ്പൗണ്ട്സ് ആണല്ലോ. സോ ഇത്രയും എക്സ്പെരിമെന്റ്സ് ആണ്. ദെൻ ഫൈനലി ഡയാസോ റിയാക്ഷൻസ്, സൾഫാനിലിക് ആസിഡിന്റെ ഡയാസോ റിയാക്ഷൻസ്, മീഥൈൽ ഓറഞ്ചിൽ നിന്ന്. ഈ റിയാക്ഷൻസ് എല്ലാം ആക്ച്വലി വളരെ സിമ്പിൾ, നമുക്ക് പെട്ടെന്ന് കിട്ടും റിയാക്ഷൻസ്. പെട്ടെന്ന് തന്നെ മീൻസ് ആ ഒരു അതിനകത്ത് ആ മാനുവലിൽ പറയുന്ന റിയേജൻസ് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫോം ചെയ്യും. ബട്ട് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞത് സേഫ്റ്റി മെഷേഴ്സ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ്. ദെൻ MCH 013 കെമിസ്ട്രി ലാബ് 3 ഇത് ഫിസിക്കലിന്റെ ലാബ് ആയിരിക്കും. ടു ഡിറ്റർമിൻ ദ പാർഷ്യൽ മോളാർ വോളിയം ഓഫ് അക്യൂസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കോൺസെൻട്രേഷൻ. പാർഷ്യൽ മോളാർ വോളിയത്തിന്റെ ഡിറ്റർമിനേഷൻ ആണ് ഇത്. ആക്ച്വലി നമ്മൾ എക്സ്പെരിമെന്റ് പ്രാക്ടീസ് ചെയ്തപ്പോൾ ഓർഗാനിക്കിലൊക്കെ നമ്മൾ കണ്ട പോലെ വൺസ് നമ്മൾ ആ എക്സ്പെരിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കഴിഞ്ഞു അല്ലെ. ഫിസിക്കലിൽ അങ്ങനെ ആവില്ല, കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ടാകും. എക്സ്പെരിമെന്റ് ത്രൂ നമ്മൾ കുറച്ച് റീഡിംഗ് ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അത് വെച്ചിട്ടുള്ള കുറച്ച് കാൽക്കുലേഷൻസ്. ഇപ്പൊ സെക്കൻഡ് എക്സ്പെരിമെന്റിലേക്ക് ഫ്രണ്ട്ലി ചാർട്ട്സ് ഓപ്ഷൻ ഐസോതേം ആണ്, ഗ്രാഫ് വരക്കാൻ ഉണ്ടാകും, ഗ്രാഫ് എന്നുള്ള കാൽക്കുലേഷൻസ് ഉണ്ടാകും. അങ്ങനെയാണ് ഫ്രം ഗ്രാഫും ഫ്രം തിയറിറ്റിക്കൽ വാല്യൂസും അങ്ങനെയായിരിക്കും ഫിസിക്കലിന്റെ റിസൾട്ട് വരുന്നുണ്ടാവുക. എക്സ്പെരിമെന്റ് 3 എന്ന് പറയുന്നത് ടു ഡിറ്റർമിൻ ദ തെർമോഡൈനാമിക് പാരാമീറ്റേഴ്സ് ഫോർ ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രോളിസിസ് ഓഫ് മീഥൈൽ അസറ്റേറ്റ്. Experiment for to determine the molar mass of polyvinyl alcohol by viscosity method. ഇതെല്ലാം മീൻസ് വിസ്കോമീറ്റർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ വിസ്കോമീറ്റർ ഒക്കെ വെച്ചിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് ആക്ച്വലി എക്സ്പെരിമെന്റ് 4 എന്ന് പറയുന്നത്. എക്സ്പെരിമെന്റ് 5 ടു സെറ്റപ്പ് എ സാച്ചുറേറ്റഡ് കലോമൽ ഇലക്ട്രോഡ് and measure its potential using the quinone hydron electrode as a reference electrode. ഇത് വെച്ചിട്ട് ഇലക്ട്രോ കെമിസ്ട്രി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ് എക്സ്പെരിമെന്റ് 5. എക്സ്പെരിമെന്റ് 6 ടു സെറ്റ് അപ്പ് ദി ZN ZnSO4 electrode and determine the standard electrode potential. സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കാനുള്ള എക്സ്പെരിമെന്റ്. എല്ലാത്തിനകത്തും കുറച്ച് കാൽക്കുലേഷൻസ് വരുന്നുണ്ടാകും ഫിസിക്കൽ ആവുമ്പോൾ. ദെൻ എക്സ്പെരിമെന്റ് 7 ടു ഡിറ്റർമിൻ ദ മീൻ അയണിക് ആക്ടിവിറ്റി കോഎഫിഷ്യന്റ് ഓഫ് 0.01 മോളാർ aqueous solution of ഹൈഡ്രോളിക് ആസിഡ്. അയണിക് ആക്ടിവിറ്റി ഡിറ്റർമിൻ ചെയ്യാനുള്ള എക്സ്പെരിമെന്റ്. Then experiment 8 to determine the concentration of sodium carbonate in a commercial sample of soda ash by conductometric titrations. Conductometric titrations ആണ്. Conductometric titrations നുള്ള ഇൻസ്ട്രുമെന്റ്സ് എല്ലാം അവൈലബിൾ ആണെന്ന സിറ്റുവേഷനിലായിരിക്കും അവർ ഈ എക്സ്പെരിമെന്റ്സ് നടത്തുന്നുണ്ടാവുക. നമുക്ക് കണ്ടക്ടോമീറ്റർ എല്ലാം വേണമല്ലോ. എക്സ്പെരിമെന്റ് 9 എന്ന് പറയുന്നത് to determine the strength of a moderately 3 strong acid, salicylic, mandelic and by conductometric titration, a Sartline method, B double alkali method. സെയിം കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ തന്നെയാണ് എക്സ്പെരിമെന്റ്
അയണിലും വരുന്നത്. ബട്ട് സൊല്യൂഷൻ ഡിഫറെന്റ് ആയിരിക്കും. ദെൻ എക്സ്പെരിമെന്റ് 10 എന്ന് പറയുന്നത് ടു സ്റ്റഡി ദി സ്റ്റെപ്പ് വൈസ് ന്യൂട്രലൈസേഷൻ ഓഫ് ഓക്സാലിക് ആസിഡ് സിട്രിക് ആസിഡ് ബൈ കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ. എക്സ്പ്ലെയിൻ ദി വാരിയേഷൻസ് ഇൻ ദി പ്ലോട്ട്. മീൻസ് ഗ്രാഫിക്കലി ആണ് നമ്മൾ റിസൾട്ട് കണ്ടുപിടിക്കേണ്ടത്. അതാണ് എക്സ്പ്ലെയിൻ ദി വാരിയേഷൻ ഇൻ ദി പ്ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സൊല്യൂഷനും ഇതുപോലെ ഡിഫറെന്റ് ആണ്. കണ്ടക്ടോമെട്രിക് ടൈട്രേഷൻ തന്നെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. Experiment 11 to determine the molar conductivity of a strong electrolyte at different concentrations of verify d by Huckel-Onsager equation. Means അതിനകത്ത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ട് മാച്ചിങ് വിത്ത് ദ തിയറിറ്റിക്കൽ വാല്യൂ ഓഫ് d by Huckel-Onsager equation ആയിരിക്കണം. അതായിരിക്കും അതിനകത്ത് നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത്. Then experiment 12 to determine the dissociation constant of acetic acid potentiometrically. Potentiometric titration ആണ്. അത് ഇതുപോലെ പൊട്ടൻഷ്യോമീറ്റർ അവൈലബിൾ ആവുന്ന സിറ്റുവേഷൻസിലായിരിക്കും ഈ എക്സ്പെരിമെന്റ് എല്ലാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. എക്സ്പെരിമെന്റ് 13 ടു ഡിറ്റർമിൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ക്ലോറൈഡ് അയോൺ കണ്ടന്റ് ഇൻ എ കോമൺ സാൾട്ട്. കോമൺ സാൾട്ട് NaCl ആണ്. അതിനകത്ത് ക്ലോറൈഡ് അയോൺ കണ്ടന്റ് നമ്മൾ ഡിറ്റർമിൻ ചെയ്യാം. Okay, then MCHL016 chemistry lab for reaction mechanisms in coordination compounds. Okay, ബ്ലോക്ക് 1 ആണ്. ബ്ലോക്ക് 1 നമുക്ക് 4 യൂണിറ്റുകളാണ് വരുന്നത്. സെക്കൻഡ് സെമസ്റ്റർ സ്റ്റാർട്ട് ചെയ്തു. റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്, റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് 2, ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്, യൂണിറ്റ് ഫോർ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ഇൻ ഒക്ടാഹെഡ്രൽ ആൻഡ് ടെട്രാഹെഡ്രൽ കോംപ്ലക്സസ്. ഈ ഒരു ബ്ലോക്കിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് ആണ് ഓവറോൾ പഠിക്കുന്നത്. യൂണിറ്റ് 1 നമ്മൾ കവർ ചെയ്യുന്നുണ്ടാവുക വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ ഈവൻ അതിനകത്ത് നമ്മളൊരു ഹിസ്റ്ററി മുതലേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഹിസ്റ്ററി മുതൽ തുടങ്ങി പിന്നെ മീൻസ് ഇനോർഗാനിക് കെമിസ്ട്രിയുടെ ഹിസ്റ്ററിന്ന് തുടങ്ങി കോർഡിനേഷൻ കെമിസ്ട്രിയിലോട്ട് എത്തി പിന്നീടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ച് പറയാൻ പോകുന്നത്. കാരണം കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ് ആക്ച്വലി സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഒരു കോമ്പൗണ്ട് ഇല്ല, ഇപ്പൊ PtCl4 എന്നൊരു കോർഡിനേഷൻ കോമ്പൗണ്ട് ആണെങ്കിൽ അതിനകത്ത് Cl ഏതെങ്കിലും ഒരു Cl ആറ്റത്തെ റീപ്ലേസ് ചെയ്തിട്ട് ഇപ്പൊ വാട്ടറോ അമോണിയ അതുപോലെ വേറെ ഏതെങ്കിലും ഒരു ലിഗാൻഡ് വന്നിരിക്കുക. അതിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. ലിഗാൻഡ് എന്താവണം, ലബൈൽ ആവണം, സ്ട്രോങ് ലിഗാൻഡ് ആണോ, വീക്ക് ലിഗാൻഡ് ആണോ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റത്തെ ടോപ്പിക്കിൽ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള മെക്കാനിസം പറയും. യൂണിറ്റ് 2 കംപ്ലീറ്റ് മെക്കാനിസം ആയിരിക്കും നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. അതായത് ഒരു ലബൈൽ ലിഗാൻഡ് വരുമ്പോഴുള്ള മെക്കാനിസം, അതുപോലെ സ്ട്രോങ് ഫീൽഡ് ആവുമ്പോഴുള്ള മെക്കാനിസം, വീക്ക് ഫീൽഡ് ആവുമ്പോഴുള്ള മെക്കാനിസം, അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ കംപ്ലീറ്റ് മെക്കാനിസം ആണ് അതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യാനുള്ളത്. യൂണിറ്റ് 3 ഇതുപോലെ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിലുള്ള ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സുകളിൽ തന്നെ മീൻസ് അതിന്റെ കോൺഫിഗറേഷൻ സെൻട്രൽ കോർഡിനേഷൻ കോമ്പൗണ്ടിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനുസരിച്ച് അവരുടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ മാറ്റം വരും, അവരുടെ മെക്കാനിസത്തിൽ മാറ്റം വരും. അത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 3 കവർ ചെയ്യാം. യൂണിറ്റ് 4 ആകുമ്പോൾ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സുകളുടെയും ടെട്രാഹെഡ്രൽ കോംപ്ലക്സുകളുടെയും ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. ഓക്കെ, ബ്ലോക്ക് 2 മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ്സ് ആണ്. മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് 1, മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് 2, ദെൻ ഫൈനലി മെത്തേഡ് ഓഫ് സിന്തസിസ് ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്. മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് എന്ന് പറയുമ്പോൾ മീൻസ് ഇപ്പൊ നമ്മൾ ബ്ലോക്ക് 1 കവർ ചെയ്തത് ഒരു ലിഗാൻഡിനെ മറ്റൊരു ലിഗാൻഡ് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതാണ്. എന്നാൽ മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് അങ്ങനെയല്ല. വിത്തിൻ ദാറ്റ് മോളിക്യൂൾ അതിനകത്തുനിന്ന് ഒരു ലിഗാൻഡ് എലിമിനേറ്റ് ആയി പോകുന്നൊന്നുമില്ല, പക്ഷെ അവരുടെ പൊസിഷനിൽ മാറ്റം വരുന്നുണ്ടാകും. മേ ബി അത് സെൻട്രൽ മെറ്റൽ ആയിട്ട് ഡയറക്ട്ലി കോർഡിനേറ്റഡ് ആയിരിക്കും. ഇനീഷ്യലി അതിന്റെ ആ ഡയറക്റ്റ് കോർഡിനേഷൻ മാറിപ്പോകും. അതാണ് മോളിക്കുലാർ റീഅറേഞ്ച്മെന്റിൽ വരിക. അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മെക്കാനിസം നമ്മൾ യൂണിറ്റ് 6 കവർ ചെയ്യും. മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് 2 നമ്മൾ കവർ ചെയ്യും. ദെൻ ഫൈനലി ഇതുപോലെ കുറച്ച് കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ സിന്തസൈസും മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും. മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇപ്പൊ പഠിച്ച സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസും മോളിക്കുലാർ റീഅറേഞ്ച്മെന്റ് റിയാക്ഷൻസും ആയിരിക്കും അവരുടെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. സോ യൂണിറ്റ് 7 ബേസിക്കലി നമ്മൾ അതിന്റെ മുന്നേ പഠിക്കുന്ന യൂണിറ്റുകളുടെ ആപ്ലിക്കേഷൻ പോലെയാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബ്ലോക്ക് 3. ബ്ലോക്ക് 3 ആക്ച്വലി ഒരു ബയോ ഇൻഓർഗാനിക് കെമിസ്ട്രി ആണ്. ഇൻഓർഗാനിക് കെമിസ്ട്രി സംതിങ് റിലേറ്റഡ് ടു ബയോളജി. യൂണിറ്റ് 8 എന്ന് പറയുന്നത് എനർജി സോഴ്സസ് ഫോർ ലൈഫ്. അതായത് ഇപ്പൊ നമുക്കറിയാം ഒരുപാട് എനർജി സോഴ്സ് ഇപ്പൊ ഈ ഇൻഓർഗാനിക് കെമിസ്ട്രിയുടെ മെയിൻ ഒരു ആപ്ലിക്കേഷനും കൂടെയാണ് എനർജി സോഴ്സസിലുള്ള ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതിനെ കുറിച്ചൊക്കെ ബേസിക് ആയിട്ട് ലൈഫിന് വേണ്ടിയിട്ടുള്ള എനർജി സോഴ്സസിൽ അവിടെ എവിടെയൊക്കെയാണോ ഇൻഓർഗാനിക് കെമിസ്ട്രി വരുന്നത് അതായിരിക്കും യൂണിറ്റ് 8 നമ്മൾ കവർ ചെയ്യുക. ദെൻ ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സസ്. ഓക്സിഡേഷൻ മീൻസ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്ന
നടക്കുന്ന ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സുകൾ എന്തൊക്കെയാണ്? മീൻസ് ഇപ്പം നമ്മുടെ ഹീമോഗ്ലോബിൻ ആക്ച്വലി ഒരു Fe കോർഡിനേറ്റഡ് കോംപ്ലക്സ് ആണല്ലോ. അതിന് ഓക്സിഡേഷൻ നടക്കേണ്ട കേസസ് ഉണ്ട്, റിഡക്ഷൻ നടക്കേണ്ട കേസസ് ഉണ്ട്. മീൻസ് ആ ഹീമോഗ്ലോബിൻ കാർബോക്സി ഹീമോഗ്ലോബിൻ ആവണം. ചില കണ്ടീഷൻസിൽ ഓക്സിജൻ ക്യാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഓക്സി ഹീമോഗ്ലോബിൻ ആവണം. അവിടെ എല്ലാം ഓക്സിഡേഷൻ നടക്കേണ്ടി വരും, റിഡക്ഷൻ നടക്കേണ്ടി വരും. അങ്ങനെ നമ്മുടെ ബോഡി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓക്സിഡേഷൻ റിഡക്ഷൻ പ്രോസസ്സുകളായിരിക്കും നമ്മൾ യൂണിറ്റ് 9 കവർ ചെയ്യുന്നുണ്ടാവുക. ദെൻ യൂണിറ്റ് 8 എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ആൻഡ് നൈട്രജൻ ഫിക്സേഷൻ. ദാറ്റ് മീൻസ് ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം PS1 സിസ്റ്റം ഉണ്ട്, PS2 സിസ്റ്റം ഉണ്ട്. രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ഉണ്ടല്ലോ. അതിനകത്ത് കെമിസ്ട്രികൾ മെയിൻ ആയിട്ട് ഫോട്ടോസിന്തസിസിൽ കെമിസ്ട്രി ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. പിന്നെ നൈട്രജൻ ഫിക്സേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഒരുപാട് നാച്ചുറലി നൈട്രജൻ ഫിക്സിംഗ് ബാക്ടീരിയാസ് ഉണ്ട്, അസെറ്റോബാക്ടർ പോലുള്ള ബാക്ടീരിയാസ് ഉണ്ട്. അതൊരു ഭാഗത്ത് നമ്മൾ പഠിക്കും. പിന്നെ അങ്ങനത്തെ ബാക്ടീരിയാസ് ഇല്ലാത്ത സമയത്ത് നമ്മൾ കെമിക്കലി നൈട്രജൻ ഫിക്സേഷൻ നടത്തും. അതും നമുക്ക് പഠിക്കാനുണ്ട്. അത് ആക്ച്വലി റിലേറ്റഡ് ടു നമ്മുടെ ബോഡി അല്ല, ബട്ട് പ്ലാന്റ്സും പ്ലാന്റ്സിന്റെ ഗ്രോത്തുമായിട്ട് റിലേറ്റ് ചെയ്തൊരു യൂണിറ്റ് ആണ് യൂണിറ്റ് 10 എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 11 മെറ്റാലോ എൻസൈംസ് ആണ്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഹീമോഗ്ലോബിൻ ഒരു Fe കോർഡിനേറ്റഡ് എൻസൈംസ് ആണ്. അതുപോലെ സിങ്ക് കോർഡിനേറ്റഡ് എൻസൈംസ് ഉണ്ട്, ഗഡോലിനിയം കോർഡിനേറ്റഡ് എൻസൈംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് മെറ്റൽ കോർഡിനേറ്റഡ് എൻസൈംസ് ഉണ്ട് നമ്മുടെ ബോഡിക്കകത്ത്. ആ ഓരോ എൻസൈംസിനും ഡിഫറെന്റ് ആക്ടിവിറ്റി ആയിരിക്കും. അതിനെ കുറിച്ചായിരിക്കും നമ്മൾ മീൻസ് അതിനകത്ത് ഇപ്പൊ നമ്മുടെ ഹീമോഗ്ലോബിനകത്ത് അയണിന് പകരം വേറൊരു എലമെന്റ് കയറിയിരുന്നാല് അത് ഹീമോഗ്ലോബിന്റെ ഫംഗ്ഷൻ അല്ല ചെയ്യുക, അല്ലെ? സോ ആ ഒരു മെറ്റലിന് അത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് അവിടെ. അതിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് 11 കവർ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ. ദെൻ MCH017 ഓർഗാനിക് കെമിസ്ട്രിയിൽ ഇതുപോലെ നമുക്ക് 4 ബ്ലോക്സ് വരുന്നുണ്ട്. ബ്ലോക്ക് 1 heteroscyclic compounds containing one ring. Block 2 heterocycles with more than one ring and large membered heterocyclics. Block 3 basic concepts of organic synthesis. Block 4 organic synthesis, some more approaches. സോ ബ്ലോക്ക് 1 നമുക്ക് പഠിക്കാനുള്ള യൂണിറ്റുകൾ ഇൻട്രൊഡക്ഷൻ ടു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് നമുക്ക് അറിയുന്നുണ്ടാകും. ഏതെങ്കിലും ഒരു 6 മെമ്പേർഡ് ആയിക്കോട്ടെ 5 മെമ്പേർഡ് ആയിക്കോട്ടെ ഏതെങ്കിലും ഒരു ക്ലോസ്ഡ് റിങ്ങിനകത്ത് ഒരു ഹെട്രോ ആറ്റം നൈട്രജൻ, ഓക്സിജൻ, സൾഫർ, ഫോസ്ഫറസ് പോലുള്ള ഹെട്രോ ആറ്റം വരുന്ന കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. സോ വളരെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിന്റെ നെയിംസ്, അവരുടെ ബേസിക് ആയിട്ടുള്ള കുറച്ച് റിയാക്ഷൻസ്, അത്രയും കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 1 കവർ ചെയ്യുക. പിന്നെ 3 സ്പെസിഫിക് ആയിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ് 3 മെമ്പേർഡ് ഹെട്രോസൈക്ലിക്, അതായത് ഒരു ട്രയാങ്കുലാർ സൈക്ലിക് കോമ്പൗണ്ടിൽ ഏതെങ്കിലും ഒരു ഹെട്രോ ആറ്റം നൈട്രജനോ ഫോസ്ഫറസോ സൾഫറോ ഓക്സിജനോ പോലുള്ള ഏതെങ്കിലും ഒരു ഹെട്രോ ആറ്റം വരുന്ന സ്പെസിഫിക് ആയിട്ട് 3 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിന്റെ സിന്തസൈസ് റിയാക്ഷൻ മെക്കാനിസംസ്. യൂണിറ്റ് 3 ആവുമ്പോൾ അതുപോലെ 4 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിന്റെ സിന്തസൈസ്, സ്ട്രക്ചർ, റിയാക്ഷൻസ്. യൂണിറ്റ് 4 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ് ആണ്. 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിൽ തന്നെ 2 ഹെട്രോ ആറ്റം വരും. നൈട്രജൻ സൾഫറും വരാം, നൈട്രജനും വരാം, സൾഫറും ഓക്സിജനും വരാം, സൾഫറും ഫോസ്ഫറസും വരാം. ഇങ്ങനെ 2 ഹെട്രോ ആറ്റം വരുന്ന 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾസിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് 4 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ ബ്ലോക്ക് 2 എന്ന് പറയുന്നത് ഹെട്രോസൈക്കിൾസ് വിത്ത് മോർ ദാൻ വൺ റിംഗ് ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾസ്. ഇപ്പൊ മോർ ദാൻ വൺ റിംഗ് എന്ന് പറയുമ്പോൾ നാഫ്തലിൻ അതിനൊരു എക്സാമ്പിൾ ആണ്. നാഫ്തലിൻ നമുക്കറിയാം എങ്ങനെയാണ് 2 ബെൻസീൻ റിംഗ്സ് നൈട്രജൻ ആറ്റം വരുന്നുണ്ട്, അല്ലെ? ഇതുപോലത്തെ ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സിനെ കുറിച്ചായിരിക്കും നമ്മൾ യൂണിറ്റ് ബ്ലോക്ക് 2 ഓവറോൾ ആയിട്ട് ഡീൽ ചെയ്യുക. അതിനകത്ത് ഫസ്റ്റ് എന്ന് പറയുന്നത് ബെൻസോ ഫ്യൂസ്ഡ് 5 മെമ്പേർഡ് ഹെട്രോസൈക്കിൾ വിത്ത് 1 ഹെട്രോ ആറ്റം. അതിനകത്ത് ഒരു റിംഗ് എന്ന് പറയുന്നത് 5 മെമ്പേർഡ് റിംഗ് ആയിരിക്കും. സെക്കൻഡ് റിംഗ് നമ്മുടെ ബെൻസീൻ റിംഗ് ആയിരിക്കും, അല്ലെ? അങ്ങനത്തെ പിന്നെ ഒരു ഹെട്രോ ആറ്റം നൈട്രജനോ അല്ലെങ്കിൽ ഓക്സിജനോ ഏതെങ്കിലും ഒരു ഹെട്രോ ആറ്റം വന്നിട്ടുണ്ടാകും. ഇതുപോലത്തെ കോമ്പൗണ്ട്സിന്റെ റിയാക്ഷൻസ്, സ്ട്രക്ചർ, റീഅറേഞ്ച്മെന്റ്, സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 5 ഡീൽ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് സൈക്കിളിലാണെങ്കിൽ ബൈസൈക്ലിക് ഹെട്രോസൈക്കിൾസ് കണ്ടെയ്നിങ് 1 or more ഹെട്രോ ആറ്റംസ്. 2 സൈക്ലിക് റിംഗ് ആയിരിക്കും, മീൻസ് 2 സൈക്ലോ ആൽക്കെയിൻസ് ആയിരിക്കും. അവരുടെ സ്ട്രക്ചർ, സ്റ്റെബിലിറ്റി, റീഅറേഞ്ച്മെന്റ്, റിയാക്ഷൻസ്.
യൂണിറ്റ് 7 ബെൻസോ ഫ്യൂസ്ഡ് 6-membered rings with more than one heteroatom. രണ്ടും സൈക്ലിക് റിംഗ് സൈക്ലോ ഹെക്സൈൻ റിംഗ്സ് തന്നെയാണ്, ബെൻസീൻ റിംഗ്സ് ആണ്, പക്ഷെ അതിനകത്ത് 2 ഹെട്രോആറ്റം വരുന്നുണ്ടാകും. അങ്ങനത്തെ ടോപ്പിക്സ് ആണ്. അവരുടെ അതുപോലെ സ്ട്രക്ചർ, റീഅറേഞ്ച്മെന്റ്, റിയാക്ഷൻസ്, സ്റ്റെബിലിറ്റി, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും യൂണിറ്റ് 7 നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ടാവുക. യൂണിറ്റ് 8 7 ആൻഡ് ലാർജ് മെമ്പേർഡ് ഹെട്രോസൈക്കിൾ, 7-membered, 8-membered, 9-membered ഹെട്രോസൈക്കിൾസിനെ കുറിച്ച്. ദെൻ യൂണിറ്റ് 9 ഫിലോസഫി ഓർ ഓർഗാനിക് സിന്തസിസ് ആണ്. മെക്കാനിസംസ് ഒന്നും അധികം വരാത്ത ബേസിക് ആയിട്ടുള്ള, മീൻസ് ഓർഗാനിക് സിന്തസിസിന്റെ ബേസ് എന്ന് പറയുന്നത് ഒരു ഫിലോസഫിയാണ്. നമുക്കറിയാം ഇനീഷ്യലി വൈറ്റൽ ഫോഴ്സ് തിയറി ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും അല്ലെ, നമ്മൾ ചെറിയ ക്ലാസ്സിൽ 10th പഠിക്കുന്നതാണത്. അതായത് ഇനീഷ്യലി നമ്മൾ എന്തായിരുന്നു, ഒരു ഓർഗാനിക് അല്ലെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഡിവൈൻ ആയിട്ടുള്ള ഒരു ഫീൽഡ് ആണ്. അങ്ങനത്തെ ഒക്കെ ഒരു കോൺസെപ്റ്റിൽ നിന്ന് പിന്നീട് യൂറിയയുടെ ഇൻവെൻഷനോട് കൂടിയാണ് ഇത് അങ്ങനെയൊന്നും അല്ല എന്നൊരു കോൺസെപ്റ്റോട്ടൊക്കെ നമ്മൾ എത്തുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഫിലോസഫിക്കൽ ഒരു ഭാഗമായിരുന്നു ഓർഗാനിക് കെമിസ്ട്രി ഇനീഷ്യലി. പിന്നീട് അതിനെല്ലാം മാറിയിട്ടാണ് ഇപ്പൊ നമ്മൾ കാണുന്ന പോലുള്ള ഓർഗാനിക് സിന്തസിസ് എല്ലാം പോസിബിൾ ആണ് എന്ന രീതിയിലോട്ട് നമ്മൾ എത്തുന്നത്. ഓക്കെ, ആ കാര്യങ്ങളായിരിക്കും നമ്മൾ യൂണിറ്റ് 9 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ബ്ലോക്ക് 3 എന്ന് പറയുന്നത് ബേസിക് കോൺസെപ്റ്റ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി ആണ്. അതായത് അപ്ലിക്കേഷൻസ് ഓഫ് പലേഡിയം ആൻഡ് പലേഡിയം 2 കോംപ്ലക്സസ് ഇൻ ഓർഗാനിക് സിന്തസിസ്. അതായത് നമുക്കറിയാം ഒരുപാട് ഓർഗാനിക് റിയാക്ഷൻസ് ഇതുപോലെ ഈ ട്രാൻസിഷൻ മെറ്റൽസ് കാറ്റലിസ്റ്റ് ആയിട്ട് വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ പറഞ്ഞ പലേഡിയം 0 അല്ലെങ്കിൽ പലേഡിയം 2 വരുന്ന അത് ആക്ച്വലി റോസൻമൺ റിയാക്ഷൻസ് ആണ്. +2 ലെവലിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽഡ് വെർഷൻസ്, ആ സിന്തസൈസ്, ഡിഫറെന്റ് ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ സിന്തസൈസ്, ദാറ്റ് മീൻസ് റോസൻമൺ റിയാക്ഷൻ വെച്ചിട്ടുള്ള ഡിഫറെന്റ് ഓർഗാനിക് സിന്തസൈസ് മെക്കാനിസംസ് ആയിരിക്കും നമ്മൾ അതിനകത്ത് ഡീൽ ചെയ്യുക. ദെൻ റിഡക്ഷൻസ്, ബേസിക് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ റിഡക്ഷൻ യൂസിങ് ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ റിയേജന്റ്, അതായത് ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് പോലുള്ള ഹൈഡ്രൈഡ് ട്രാൻസ്ഫർ റിയേജൻസ് വെച്ചിട്ടുള്ള റിഡക്ഷൻസ്. ദെൻ ഓക്സിഡേഷൻസ്, യൂണിറ്റ് 13 നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ ഓക്സിഡേഷൻസ് ആയിരിക്കും പഠിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇപ്പോ നൈട്രോ ബെൻസീനെ നമ്മൾ ഓക്സിഡൈസ് ചെയ്താൽ എന്ത് പറ്റും, അത് അനിലിനായിട്ട് മാറും അല്ലെ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ ആയിരിക്കും നമ്മൾ യൂണിറ്റ് 13 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ യൂണിറ്റ് 4 ബ്ലോക്ക് 4 എന്ന് പറയുന്നത് ഓർഗാനിക് സിന്തസിസ് ആൻഡ് സം മോർ അപ്രോച്ചസ്. യൂണിറ്റ് 14 ഇനോലേറ്റ്സ് ആണ്. complex reactions, principles and applications of phase transfer catalysis, asymmetric synthesis. അതായത് ഇനോലേറ്റ്സിന്റെ ബേസിക് ആയിട്ടുള്ള കെമിസ്ട്രി. ഇത് ആക്ച്വലി കോംപ്ലക്സ് റിയാക്ഷൻസ് എന്ന് പറയുന്നത് ഫങ്ഷണൽ ഗ്രൂപ്പിനെ റിവേഴ്സ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ്. ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസിനെയും ഫങ്ഷൻസിനെയും എല്ലാം അതിനെ കുറിച്ച് നമ്മൾ യൂണിറ്റ് 15 ഡീൽ ചെയ്യും. യൂണിറ്റ് 16 ഫേസ് ട്രാൻസ്ഫർ റിയാക്ഷൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസും ആപ്ലിക്കേഷൻസും. ഓക്കെ, ദെൻ യൂണിറ്റ് 5 എന്ന് പറയുന്നത് അസിമെട്രിക് സിന്തസിസ് ആണ്. ഓക്കെ, ദെൻ MCH 018 ക്വാണ്ടം കെമിസ്ട്രി സ്റ്റാർട്ട് ചെയ്യുന്നത് സെമസ്റ്റർ 2 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കെമിസ്ട്രി, യൂണിറ്റ് 2 ഇൻട്രൊഡക്ഷൻ ടു വേവ് മെക്കാനിക്സ്, യൂണിറ്റ് 3 പാർട്ടിക്കിൾ ഇൻ ബോക്സ് 1, യൂണിറ്റ് 4 പാർട്ടിക്കിൾ ഇൻ ബോക്സ് 2. അതായത് യൂണിറ്റ് 1 ബേസിക് ആയിട്ട് എന്തുകൊണ്ട് ക്വാണ്ടം ക്ലാസിക്കൽ മെക്കാനിക്സ് ഫെയിൽ ആയി, അങ്ങനത്തെ കാര്യങ്ങളാണ് യൂണിറ്റ് 1 മെയിൻ ആയിട്ടും ഡീൽ ചെയ്യുന്നത്. അതുപോലെ ക്വാണ്ടം കെമിസ്ട്രിയുടെ ഒറിജിനെ കുറിച്ചും. പിന്നെ വേവ് മെക്കാനിക്സിലോട്ട് നമ്മൾ വരും. യൂണിറ്റ് 2 എത്തുമ്പോൾ ക്വാണ്ടം കെമിസ്ട്രിയുടെ തന്നെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള വേവ് മെക്കാനിക്സിലോട്ട് വരും. ദെൻ പാർട്ടിക്കിൾ ഇൻ ബോക്സ് 1, പാർട്ടിക്കിൾ ഇൻ 1 ഡയമെൻഷണൽ ബോക്സും പാർട്ടിക്കിൾ ഇൻ 2 ഡയമെൻഷണൽ ബോക്സും, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. അത്രയും കാര്യങ്ങളാണ് നമുക്ക് ബ്ലോക്ക് 1 വരുന്നത്. ബ്ലോക്ക് 2 മോഡൽ സിസ്റ്റംസ് ആൻഡ് ഹൈഡ്രജൻ ആറ്റം, ഹാർമോണിക് ഓസിലേറ്റർ, റിജിഡ് റോട്ടർ. ഹാർമോണിക് ഓസിലേറ്റർ റിലേറ്റഡ് ടു ക്ലാസിക്കൽ മെക്കാനിക്സ് ആണ്. റിജിഡ് റോട്ടർ ആണെങ്കിൽ റൊട്ടേഷണൽ മോഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്. അതായിരിക്കും നമ്മൾ യൂണിറ്റ് 5 കവർ ചെയ്യുക. യൂണിറ്റ് 6 ഹൈഡ്രജൻ ആറ്റം 1, യൂണിറ്റ് 7 ഹൈഡ്രജൻ ആറ്റം 2. മീൻസ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ അറ്റോമിക് ലൈൻ സ്പെക്ട്ര, ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷൻ. അതുപോലെ തന്നെ ഹൈഡ്രജൻ ആറ്റം 2 നമ്മൾ അതുപോലെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യും. ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷന്റെ സൊല്യൂഷനും നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, ദെൻ യൂണിറ്റ് 9 എന്ന് പറയുന്നത് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് ആണ്. ഇപ്പൊ കറന്റ് പെർട്ടർബേഷൻ മെത്തേഡ്, വാരിയേഷൻ മെത്തേഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അതിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് യൂണിറ്റ് 9 പഠിക്കും. യൂണിറ്റ് 10 എത്തുമ്പോൾ അതിന്റെ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ പോലെ മൾട്ടി ഇലക്ട്രോൺ സിസ്റ്റത്തിന്റെ ഷ്രോഡിഞ്ചർ വേവ് ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് അപ്രോക്സിമേഷൻ മെത്തേഡ്സ് വേണം. അതിനെ കുറിച്ചാണ് നമ്മൾ യൂണിറ്റ് 10 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ MCH 019 ഗ്രീൻ കെമിസ്ട്രി ആണ്. ഫസ്റ്റ് ഫണ്ടമെന്റൽസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി, ദെൻ ആപ്ലിക്കേഷൻസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ഫണ്ടമെന്റൽസിൽ ബേസിക് ആയിട്ട് എന്താണ് ഗ്രീൻ കെമിസ്ട്രിയുടെ പ്രിൻസിപ്പിൾസ്, 12 പ്രിൻസിപ്പിൾസ് ഉണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്.
അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ഫസ്റ്റത്തെ യൂണിറ്റിൽ കവർ ചെയ്യുന്നുണ്ടാവുക. ദെൻ ടൂൾസ് ഓഫ് ഗ്രീൻ കെമിസ്ട്രി. ടൂൾസ് എന്ന് പറയുമ്പോൾ ഒട്ടും ഹാംഫുൾ അല്ലാത്ത രീതിയിൽ നമുക്ക് ഓർഗാനിക് റിയാക്ഷൻസ് ആയിക്കോട്ടെ, ഇൻഓർഗാനിക് കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് എങ്ങനെ കണ്ടെത്താം, എക്കണോമിക്കൽ ആയിട്ടും എൻവിറോൺമെന്റലി ഫ്രണ്ട്ലി ആയിട്ടും അതിനുള്ള കുറച്ച് ടൂൾസ് ആണ് നമ്മൾ യൂണിറ്റ് 2 കവർ ചെയ്യുക. ദെൻ ഇപ്പം ഉള്ള നമ്മുടെ കെമിക്കൽ പ്രോഡക്ട്സിന്റെയും പ്രോസസ്സിന്റെയും റിയാക്ഷൻസിന്റെയും ഇവാലുവേഷൻ വളരെ എക്കണോമിക്കൽ ആയിട്ടും എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ട് നമുക്കൊരു റിയാക്ഷൻ എങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം എന്നതിന്റെ ഇവാലുവേഷൻ ആണ് നമ്മൾ യൂണിറ്റ് 3 നടത്തുക. ദെൻ ഹാംഫുൾ എഫക്ട് ഓഫ് കെമിസ്ട്രി. കെമിസ്ട്രിയുടെ ഒരുപാട് ഹാംഫുൾ എഫക്റ്റും ടോക്സിസിറ്റി ഉണ്ട്. ഇപ്പൊ മെർക്കുറി പോലുള്ള എലമെന്റ്സ് ഒക്കെ ഹൈലി ഹാംഫുൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അതിനെ കുറിച്ച്, അതുപോലത്തെ കുറച്ച് ഹെവി മെറ്റൽസിന്റെ ഹാംഫുൾ എഫക്റ്റും കാര്യങ്ങളെല്ലാം നമ്മൾ അതിനകത്ത് പഠിക്കും. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ഗ്രീൻ കെമിസ്ട്രി ആണ്. ഒന്ന് പ്ലാനിങ് ഓഫ് ഗ്രീൻ സിന്തസിസ്. ഗ്രീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ എൻവിറോൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ഷൻ മെത്തേഡ്, കോമ്പൗണ്ട്സിന്റെ പ്രൊഡക്ഷൻ മെത്തേഡ്, അതിനുള്ളൊരു പ്ലാനിങ്, അതുപോലെ സേഫർ എൻവിറോൺമെന്റ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം, സേഫർ റിയേജൻസ് എങ്ങനെ എവിടെയൊക്കെ യൂസ് ചെയ്യാം, ഗ്രീൻ ടെക്നോളജീസ് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും നമ്മൾ ബ്ലോക്ക് 2 ഡീൽ ചെയ്യുന്നുണ്ടാവുക. ദെൻ ലാബ് പേപ്പർ ആണ് വരുന്നത്. ടെക്നിക്സ് ഓഫ് ഓർഗാനിക് ലബോറട്ടറി, പ്രിപ്പറേഷൻ ഓഫ് 135 ട്രൈബ്രോമോ ബെൻസീൻ ഫ്രം അനിലിൻ, പ്രിപ്പറേഷൻ ഓഫ് 4 നൈട്രോ അനിലിൻ ഫ്രം അനിലിൻ, then preparation of benzanilide from ഇതെല്ലാം ആക്ച്വലി ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ പ്രിപ്പറേഷൻ ആണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻസ് എല്ലാം വളരെ സിമ്പിൾ ആണ്, പക്ഷെ നമ്മൾ സേഫ്റ്റി ആണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ്. പ്രിപ്പറേഷൻ ഓഫ് ആന്ത്രാനിലിക് ആസിഡ് ഫ്രം താലിക് ആസിഡ്, പ്രിപ്പറേഷൻ ഓഫ് പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഫ്രം ടോളുവിൻ. Experiment 6, preparation of benzylic acid and benzaldehyde, preparation of chalcol epoxide and benzaldehyde and acetophenone, estimation of amino groups, estimation of sugars അറിയുമ്പോൾ C6H12 ആ കോമ്പൗണ്ട്സിന്റെ എസ്റ്റിമേഷൻ ആണ്, പ്രിപ്പറേഷൻ അല്ല. ദെൻ ഫിനോളിന്റെ എസ്റ്റിമേഷൻ, ഫോമാൽഡിഹൈഡിന്റെ അമിനോ ആസിഡ്സിന്റെ എല്ലാം എസ്റ്റിമേഷൻ, സപ്പോണിഫിക്കേഷൻ റിയാക്ഷൻസ്, സപ്പോണിഫിക്കേഷൻ വാല്യൂ, അതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്. മീൻസ് ഇത്രയും എക്സ്പെരിമെന്റ്സ് നമുക്ക് ഉണ്ടെങ്കിലും വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നിങ്ങളെ കൊണ്ട് ഡീൽ ചെയ്യുന്നുണ്ടാവുക. ഇതാണ് ഓവറോൾ നമ്മുടെ പേപ്പർ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ പേപ്പറിനെ കുറിച്ച് നമ്മൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു 2 വർഷം കൊണ്ട് നമ്മൾ പഠിക്കുന്ന പേപ്പറിന് നമ്മൾ 2-3 മണിക്കൂർ കൊണ്ട് നമ്മൾ അത് കാണിക്കണം അല്ലെ. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ് നമ്മുടെ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത്. അസൈൻമെന്റ്സ് നമുക്ക് എത്ര പേപ്പർ ഉണ്ടോ അത്രയും അസൈൻമെന്റ്സ് നമുക്ക് ഉണ്ടാകും. ആ അസൈൻമെന്റ്സ് പെർട്ടിക്കുലർലി നമ്മൾ ഡ്യൂ ഡേറ്റിന്റെ മുന്നായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം. പിന്നെ അസൈൻമെന്റ്സ് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ്, ക്വസ്റ്റ്യൻ ആൻസർ എന്ന രീതിയിലാണ് നമ്മൾ അസൈൻമെന്റ്സ് എഴുതുക. അല്ലാതെ ഒരു ടോപ്പിക് തന്നിട്ട് അതിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യല്ല, ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എടുക്കും. അത് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ഷോർട്ട് കാറ്റഗറിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അസൈൻമെന്റ്സ് ഹാൻഡ് റിട്ടൺ ആയിരിക്കണം. എപ്പോഴും ഹാൻഡ് റിട്ടൺ അസൈൻമെന്റ്സ് വാലിഡ് ആയിട്ടുള്ളൂ. പിന്നെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഞാൻ എന്റെ ലേണേഴ്സിനോട് എല്ലാവരോടും പറയുന്ന കാര്യമാണ്, അതൊരു ഡ്യൂപ്ലിക്കേറ്റ് എപ്പോഴും നമ്മുടെ കയ്യിൽ വെക്കുക. ഒന്ന് ഫർദർ റെഫറൻസിനും പിന്നെ ഇതുപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമ്പോൾ ഒരു എവിഡൻസും ആയിരിക്കും നമുക്കത്. പിന്നെ അസൈൻമെന്റ്സ് നമ്മൾ വൺസ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വിത്തിൻ 1 മന്ത് തന്നെ നമുക്കത് ട്യൂട്ടർ മാർക്ക് ചെയ്ത് കിട്ടണം എന്നാണ്. സ്റ്റഡി സെന്ററിൽ നിന്ന് നമുക്കത് മാർക്ക് ചെയ്ത് കിട്ടണം. അതിനാണ് നമ്മൾ ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സ് TMA എന്ന് പറയുന്നത്. അങ്ങനെയാണ് ശരിക്കും വേണ്ടത്. പക്ഷെ അതെല്ലാം നമ്മുടെ സ്റ്റഡി സെന്റേഴ്സിൽ പൊതുവെ അത് കുറവാണ്. ദെൻ നമുക്ക് അസൈൻമെന്റ്സിന് മിനിമം വേണ്ട പെർസെന്റേജ് എന്ന് പറയുന്നത് 40% ആണ്. മീൻസ് ഒരു 40-45% വരെ നമ്മൾ അസൈൻമെന്റിന് സ്കോർ ചെയ്യണം. ഇനി ഇൻ കേസ് ഒരു എക്സ്ട്രീം കേസിൽ ഇൻ കേസ് നമുക്ക് 14% കിട്ടിയില്ല, ഇതൊക്കെ വളരെ എക്സ്ട്രീം ആയിട്ടുള്ള കേസസ് ആണ്. അങ്ങനത്തെ കേസിൽ എന്ത് ചെയ്യാം, നമുക്ക് നെക്സ്റ്റ് സൈക്കിളിലെ ക്വസ്റ്റ്യൻസ് റിലീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻസ് ആണ്. ടേം ആൻഡ് എക്സാമിനേഷൻസ് നമുക്ക് നമ്മുടേത് ഇയർലി കോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടാവുക നെക്സ്റ്റ് ജൂണിലായിരിക്കും നിങ്ങൾക്ക് എക്സാംസ് എഴുതാൻ പറ്റുന്നുണ്ടാവുക. നമുക്ക് ഇതുപോലെ എന്താണ് ത്രൂ ഓൺലൈൻ ആയിരിക്കും നമ്മൾ എക്സാമിന്റെ രജിസ്ട്രേഷൻ നടത്തേണ്ടി വരിക. ഇപ്പം 31 ഇപ്പൊ നിങ്ങളത് ജൂൺ സൈക്കിളിൽ എക്സാം ആയതുകൊണ്ട് തന്നെ 31 മാർച്ച് ഒക്കെ ആയിരിക്കും അതിന്റെ അപ്രോക്സിമേറ്റഡ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ കൂടെ ഈ പ്രാക്ടിക്കൽ എക്സാമിന്റെ കൂടെ തിയറി എക്സാമിന്റെ കൂടെ തന്നെ നമുക്ക് പ്രാക്ടിക്കൽസും ഉണ്ടാകും. പ്രാക്ടിക്കൽ സെപ്പറേറ്റ് ആയിട്ട് അതത് സ്റ്റഡി സെന്റേഴ്സ് ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത്. അവരായിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക, ഇന്ന ഡേറ്റിനാണ് നമ്മൾ പ്രാക്ടിക്കൽസ് നടത്തുന്നത് എന്ന കാര്യങ്ങളൊക്കെ അവരായിരിക്കും നിങ്ങളെ അറിയിക്കുന്നുണ്ടാവുക. പിന്നെ വരുന്ന കാര്യം എന്ന് പറയുന്നത്
നമ്മുടെ പാസ് പെർസെൻറ്റേജ്, നമ്മുടെ തിയറി എക്സാമിനുള്ള പാസ് പെർസെൻറ്റേജും ഇതുപോലെ ഒരു 40-45% ആണ്. ഇൻ കേസ് നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ പോയി നമുക്ക് 40-45 ആ ഒരു ലെവലിലുള്ള പെർസെൻറ്റേജ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റിയില്ല എന്നാണെങ്കിൽ നമുക്ക് ഇതുപോലെ എന്ത് ചെയ്യാം, അടുത്ത സൈക്കിളിൽ ഇപ്പൊ നിങ്ങൾ ജൂണിൽ എക്സാം എഴുതിയാൽ ഡിസംബറിൽ വരുന്ന സമയത്ത് നമുക്കത് വീണ്ടും എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നമുക്ക് ഇംപ്രൂവ്മെന്റ് ഓപ്ഷൻസും സപ്ലി ഓപ്ഷൻസ് ഒന്നും ഇല്ല. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മുടെ TMA 30% മാർക്ക് ഒബ്റ്റൈൻഡ് ഇൻ TMA മീൻസ് ട്യൂട്ടർ മാർക്കഡ് അസൈൻമെന്റ്സും 70% നമ്മുടെ TEയിലും ടേം ആൻഡ് എക്സാമിനേഷൻസിലും ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇഗ്നോയുടെ ടൂൾസ് ആണ് പഠിക്കാനുള്ളത്. ഇഗ്നോയുടെ ടൂൾസിനെ കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പൊ ഓവറോൾ നമ്മുടെ പേപ്പർ എങ്ങനെയാണ്, അസൈൻമെന്റ്സ് എങ്ങനെയാണ് എന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒരു ഓവറോൾ ഐഡിയ കിട്ടിക്കാണും. ഇനി നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വരുമ്പോൾ നമുക്കറിയാം കേരളത്തിലെ തന്നെ നമ്പർ 1 പ്ലാറ്റ്ഫോം ആണ് ലേൺ വൈസ് എന്നുള്ള പ്ലാറ്റ്ഫോം. ഇതിനകത്ത് നമ്മൾ നിങ്ങൾക്ക് റെക്കോർഡഡ് ലെക്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത് ഫ്ലോ ചാർട്ട് ഒക്കെ ആയിട്ടുള്ള വളരെ ഷോർട്ട് പോയിന്റ്, ബുള്ളറ്റ് പോയിന്റ് അടങ്ങിയിട്ടുള്ള ഫോൾഡർ ആയിരിക്കും ആക്ച്വലി ഹെൽപ്പ് ബുക്ക് എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് SLM ഉണ്ട്. SLMന്റെ സെൽഫ് ലേണിംഗ് മെറ്റീരിയൽ നമ്മുടെ എക്സാക്ട് ടെക്സ്റ്റ് ബുക്കിന്റെ കോപ്പിയാണത്. അത് നമ്മുടെ ആപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. ഇതിന്റെ പുറമെ നമുക്ക് എക്സാം പീഡിയ പാറ്റേൺസ് ഉണ്ട്. എക്സാം പീഡിയ എന്ന് പറയുമ്പോൾ ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് ഇനിയിപ്പം നിങ്ങൾക്ക് ഒരു ബിസി വീക്കാണ്. ഇപ്പൊ മേ ബി എല്ലാവരും വർക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒട്ടും സമയമല്ല, വീഡിയോസ് കാണാൻ സമയമല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് നമ്മുടെ റെക്കോർഡഡ് ലെക്ചേഴ്സ് 1.25 സ്പീഡിലിട്ട് കാണാം, റെക്കോർഡഡ് ക്ലാസ്സസ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഹെൽപ്പ് ബുക്കും ഒന്നും കൂടെ റെഫർ ചെയ്യുക, SLMഉം കൂടെ റെഫർ ചെയ്യുക. ഇത് ആക്ച്വലി നമുക്ക് സമയമില്ലാത്ത വീക്കുകളിൽ ഒട്ടും നമ്മളെ കൊണ്ട് പഠിച്ചെത്താൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സാം പീഡിയ അല്ലെങ്കിൽ എക്സാം സ്പെഷ്യൽ ഗൈഡ് നമ്മൾ പറഞ്ഞു, അതിനകത്ത് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആയിരിക്കും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവുക. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഏതെങ്കിലും 2 ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഏതെങ്കിലും ഒരു 2 ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുക. അതിന്റെ ആൻസർ ഒന്ന് എഴുതി തന്നെ നോക്കുക. സോ നമുക്ക് ടൈം മാനേജ്മെന്റ്, ആൻസർ എങ്ങനെ അറ്റൻഡ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ വേറൊന്നാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് എന്നുള്ളത്. ആക്ച്വലി നമ്മൾ ഇനിയിപ്പം എക്സാമിനോട് അടുക്കുന്ന സമയത്ത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ എല്ലാം അനാലിസിസ് നമ്മൾ ഇവിടെ നടത്തും. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തും. ദെൻ ഹെൽപ്പ് ബുക്ക് മീൻസ് നമ്മൾ എന്ത് ചെയ്യാം, ഇതുപോലെ നമുക്ക് ഹെൽപ്പ് ബുക്കും ഫാസ്റ്റ് ട്രാക്ക് പാത്തിൽ പെട്ടെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ബുക്ക് റെഫർ ചെയ്യാം. കാരണം അതിനകത്ത് ഒന്നും കൂടെ ഫ്ലോ ചാർട്ട് ആയിട്ടും ബുള്ളറ്റ് പോയിന്റ് ആയിട്ടും ആയിരിക്കും ഉണ്ടാവുക. ഈ ഫ്ലോ ചാർട്ട് ആകുമ്പോൾ നമ്മുടെ വിഷ്വൽ കപ്പാസിറ്റി ഒന്നും കൂടെ കൂടുതലാണല്ലോ നമ്മളൊരു കാര്യം കേട്ട് പഠിക്കുന്നതിലേറെ. അതുകൊണ്ട് തന്നെ ഹെൽപ്പ് ബുക്ക് അതിനെല്ലാം നിങ്ങളെ വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുപോലെ റെക്കോർഡഡ് ലെക്ചേഴ്സ് കാണാം. എക്സാം പീഡിയ നമുക്ക് യൂസ് ചെയ്യാം. എക്സാം പീഡിയയിലെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്ത് നോക്കിയിട്ട് അപ്പൊ ഒരു ഐഡിയ കിട്ടും ഓവറോൾ എക്സാം നമ്മൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്ന കാര്യത്തെ കുറിച്ച്. ഓക്കെ, ദെൻ ഇനി റെക്കോർഡഡ് ലെക്ചേഴ്സ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ നമുക്ക് സമയമല്ല, പക്ഷെ നമുക്ക് കുറച്ച് റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടു തീർക്കണം. ഇതുപോലെ എന്ത് ചെയ്യാം, 1.25 സ്പീഡിലിട്ട് കാണാം. എന്നിട്ട് അതിനകത്ത് കീ ടേംസ് വരുന്ന ഭാഗത്ത് പോസ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കേട്ട് നോക്കാതെ. അതുപോലെ അവിടുന്ന് ഷോർട്ട് നോട്ട്സ് എല്ലാം എഴുതിയിരിക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യുക. അതെല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലൈവ് സെഷൻസിൽ ക്ലിയർ ചെയ്യാൻ പറ്റും. നമ്മൾ ഇപ്പൊ നിങ്ങളുടെ ടൈം ടേബിൾ നമ്മൾ റിലീസ് ചെയ്യും. അതനുസരിച്ചായിരിക്കും നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യുന്നുണ്ടാവുക. അതിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ ഡൗട്ട് വന്നാലും എന്നെ കണക്ട് ചെയ്താൽ മതി. മെന്റർഷിപ്പിൽ ചേർന്നിട്ടുള്ള പിള്ളേർക്ക് എന്നെ കണക്ട് ചെയ്താൽ മതി. അല്ലാത്തവർക്ക് സ്പെസിഫൈഡ് ആയിട്ടുള്ള LSCയെ കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ഇനി നമ്മൾ എക്സാംസിനെല്ലാം ഒരു റെഡി പ്രിപ്പറേഷൻ എന്ന നിലക്ക് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പൊതുവെ എന്ത് ചെയ്യാം, ഇതുപോലെ ഡയഗ്രാംസും ഫ്ലോ ചാർട്ടും നമ്മുടെ ഹെൽപ്പ് ബുക്കിൽ അവൈലബിൾ ആണ്. അതിന്റെ പുറമെ നമ്മളും കൂടെ ഈ ഒരു രീതിയിൽ ഡയഗ്രാംസ് ആയിട്ടും ഫ്ലോ ചാർട്ടും ആയിട്ടുള്ള നമുക്ക് പെട്ടെന്ന് ജസ്റ്റ് എക്സാമിന്റെ തൊട്ട് മുന്നേ തന്നെ നോക്കി പോകാൻ പറ്റുന്ന രീതിയിലാക്കുക. ഓരോ യൂണിറ്റിലെയും കീവേഡ്സ് പ്രത്യേകം നോട്ട് ചെയ്തിട്ട് അതിനൊരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ട് പഠിക്കുക. അപ്പൊ ജസ്റ്റ് നമുക്ക് നോക്കുന്ന സമയത്ത് അതിന്റെ ഡെഫിനേഷൻ കിട്ടി, എക്സാമ്പിൾസും കിട്ടും. ഓവറോൾ നമുക്ക് വേണ്ട കാര്യങ്ങളാകും അല്ലെ.
അതുപോലെ ഒരു ടു ലെങ്ത് ലൈൻ ആയിട്ട് മീൻസ് ഒരു പാരഗ്രാഫ് വരുന്ന ഡെഫിനേഷൻ ആണെങ്കിൽ അതിന് മാക്സിമം ഒരു 2 ലെങ്തിലോട്ട് ഒരു 2 സെന്റൻസ് വരുന്ന രീതിയിൽ ചുരുക്കിയിട്ട് ഷോർട്ട് നോട്ട്സ് എപ്പോഴും കീപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് അതാണ് ആക്ച്വലി നമ്മുടെ ഹെൽപ്പ് ബുക്കിനകത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് നിങ്ങൾ റെഫർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഓടിച്ചു പോകാൻ പറ്റും. പെട്ടെന്ന് ഒരു റെഫറൻസ് ആണ്. എക്സാമിന്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ ഒക്കെ ഈസി റെഫറൻസ് ആയിരിക്കും ഇത്. ദെൻ എക്സാം ഫീഡ് ചെയ്യുക. എക്സാം ഫീഡ് ചെയ്യക്കകത്ത് ഇതുപോലെ നമ്മൾ എക്സാംസിന് ബേസ് ചെയ്തിട്ടുള്ള എക്സാംസിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. ടോപ്പ് 10 ആസ്ക് മീൻസ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഏതെങ്കിലും 2 ക്വസ്റ്റ്യന്റെ ആൻസർ എഴുതി വെക്കുകയാണ് ചെയ്യുക. എഴുതുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു ഓവറോൾ ഐഡിയ കിട്ടുക. മീൻസ് ഇതെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൂൾസ് ആണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം ഫോർ എ ബെറ്റർ സ്റ്റഡി എക്സ്പീരിയൻസ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അസൈൻമെന്റ് ഗൈഡ് ബുക്ക് എന്നുള്ളത്. മീൻസ് റിലീസ് ചെയ്യുന്ന അതായത് ക്വസ്റ്റ്യൻസിന്റെ ക്വസ്റ്റ്യനും ആൻസർ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇടും. അതിന്റെ ഗൈഡ് ബുക്ക് പോലെ ക്വസ്റ്റ്യനും ആൻസർ ഇടും. എപ്പോഴും ഞാൻ പറയുന്നത് അസൈൻമെന്റ്സ് എപ്പോഴും നമ്മൾ തനിയെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനിയിപ്പോ ഇൻ കേസ് നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് റെഫറൻസ് വേണം, അങ്ങനത്തെ അവസരങ്ങളിലെല്ലാം നമുക്കൊരു ഗൈഡ് ബുക്ക് ആയിട്ട് എക്സാക്ട് അതുപോലെ എഴുതാൻ വേണ്ടിയിട്ടല്ല, ഒരു ഗൈഡ് ബുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് നമ്മുടെ അസൈൻമെന്റ് ആൻസർ ഗൈഡ് ബുക്ക് എന്നുള്ളത്. നെക്സ്റ്റ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് നടത്തും. എക്സാമിന്റെ സമയമാകുമ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും അനാലിസിസ് നമ്മൾ ചെയ്യും. ഓക്കെ, ദെൻ മെന്റർ സപ്പോർട്ടോട് കൂടെ പഠിക്കുന്ന മെന്റർഷിപ്പിൽ പഠിക്കുന്ന ലേണേഴ്സിന് നമ്മൾ ലൈവ് സെഷൻസ് നടത്തും. എക്സാം സ്പെഷ്യൽ ലൈവ് സെഷൻസ്. ഇപ്പൊ നിങ്ങൾ എൻ്റെ അടുത്ത് പറയാണ്, ഇപ്പം എന്റെ ലേണേഴ്സിൽ ഒരു പകുതി ലേണേഴ്സ് അല്ലെങ്കിൽ പകുതി കൂടുതൽ ലേണേഴ്സ് പറയാണ് എക്സാമിനോടനുബന്ധിച്ച് ഇന്ന ടോപ്പിക്ക് ലൈവ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറപ്പായിട്ടും ആ ഒരു ടോപ്പിക്കിന്റെ ലൈവ് നടത്തും. ഇനി നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓരോരുത്തർക്കും ഓരോ ടോപ്പിക്കാണ് ഡൗട്ട് എന്നുണ്ടെങ്കിൽ ത്രൂ വാട്സാപ്പ് നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ഡീൽ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മെന്റർ സപ്പോർട്ടോട് കൂടെ പഠിക്കുന്ന ലേണേഴ്സിന് എന്ത് ഹെൽപ്പിനും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നെ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, ദെൻ ടൂൾസ് ഫോർ മെന്റർ ആൻഡ് കെയർ ആണ്. ദാറ്റ് മീൻസ് നമ്മൾ ഇഗ്നോ മോഡൽ എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ടെർമിനൽ ആൻഡ് എക്സാമിനേഷൻസ് എങ്ങനെയാണോ നടക്കുന്നത് സെയിം പാറ്റേണിൽ തന്നെ നമ്മൾ ഇവിടെ ഒരു മോഡൽ എക്സാംസ് നടത്തും. അതിന്റെ പുറമെ ഹാപ്പിനെസ് അംബാസഡർ സെഷൻസ് ഉണ്ടാകും. അപ്പൊ മേ ബി നമ്മൾ ഒരു സ്ട്രെസ്ഫുൾ ആയിരിക്കുന്ന സമയത്ത് മൈൻഡൊക്കെ ആകെ ഫ്രസ്ട്രേറ്റഡ് ആണെങ്കിൽ അന്നേരം നമ്മൾ ഹാപ്പിനെസ് അംബാസഡർ സെഷൻസ് നടത്തും. EEP സെഷൻസ് നമ്മുടെ കോൺഫിഡൻസ് ലെവൽ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാംസ് നടത്തും. എല്ലാ കരിക്കുലർ ഇവന്റ്സും ഇപ്പൊ നമ്മൾ ഓണം സെലിബ്രേഷന് ഓഗസ്റ്റ് 15 പോലുള്ള എല്ലാ കരിക്കുലർ ഇവന്റ്സും നമ്മളിവിടെ വിഷു ക്രിസ്മസ് സെലിബ്രേഷൻ പോലുള്ള എല്ലാ കരിക്കുലർ ഇവന്റ്സും നമ്മളിവിടെ നടത്തുന്നുണ്ടാകും. അതിന്റെ പുറമെ അപ്കില്ലിംഗ് ആൻഡ് കരിയർ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ്സ്, ഏതെങ്കിലും ഒരു പോയിന്റിൽ കരിയർ ഗൈഡൻസ് അടുത്ത സ്റ്റെപ്പ് എന്തെടുക്കണം അങ്ങനെ ഒരു പോയിന്റിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് അതത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കരിയർ ഗൈഡൻസ് ഇനീഷ്യേറ്റീവ്സ് ക്ലാസ്സസ് നമ്മൾ നടത്തുന്നുണ്ടാകും. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ നിങ്ങളുടെ അക്കാഡമിക് ടൈം ടേബിൾ റോൾ ഔട്ട് ചെയ്യാൻ പോവാണ്. നമ്മളിപ്പം പറഞ്ഞിട്ടുണ്ടാകും നിങ്ങൾക്ക് ടൈം ടേബിൾ നമ്മൾ റിലീസ് ചെയ്യും എന്ന കാര്യം. ജസ്റ്റ് ഞാൻ ആ ടൈം ടേബിൾ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പം നമ്മുടെ ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓഗസ്റ്റ് 11 നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന രീതിയിലാണ്. 11 നമ്മൾ 2 വീഡിയോസ്. ഈ ടൈം നിങ്ങൾ ബോധർ ആവണ്ട. ടൈം ആക്ച്വലി നിങ്ങൾക്ക് നിങ്ങളുടെ കൺവീനിയൻസ് ഇപ്പൊ 10:30 7:30 എന്ന ടൈം ബോധർ ആവണ്ട. നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള ടൈമിൽ നിങ്ങൾക്ക് പഠിക്കാം. പക്ഷെ ഒരു ദിവസം 2 വീഡിയോസ് കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പോർഷൻസ് കവർ ചെയ്യണം. ഇൻഓർഗാനിക് കെമിസ്ട്രി ബ്ലോക്ക് 1 അങ്ങനെ ഇതിലെ ബ്ലോക്ക് 1 കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഓഗസ്റ്റ് 16 നമ്മളൊരു ലൈവ് സെഷൻ കണ്ടക്ട് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ നമ്മൾ ഓവറോൾ ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ദെൻ ഇൻഓർഗാനിക് 2 ബ്ലോക്ക് 2 എൻഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ലൈവ് സെഷൻസ് കണ്ടക്ട് ചെയ്യും. ഇൻഓർഗാനിക്കിന്റെയും ഓർഗാനിക്കിന്റെയും ഫിസിക്കലിന്റെയും ടൈം ടേബിൾ ആണ് ഇപ്പൊ നിങ്ങൾക്ക് റിലീസ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തൊരു സൈക്കിളിൽ അടുത്ത ടൈം ടേബിൾ റിലീസ് ചെയ്യുന്ന സമയത്ത് ബാക്കി പേപ്പേഴ്സിന്റെ ടൈം ടേബിളും കൂടെ നിങ്ങൾക്ക് റിലീസ് ചെയ്യുന്നുണ്ടാകും. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ടൈം ടേബിളിനെ കുറിച്ച് പറയാനുള്ളത്. ഓരോ ബ്ലോക്കിന്റെയും എൻഡിലായിരിക്കും നമ്മൾ ഓരോ സെഷൻസ് ഹാൻഡിൽ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അക്കാഡമിക് ടൈം ടേബിൾ നമ്മൾ റോൾ ഔട്ട് ചെയ്തു. നെക്സ്റ്റ് ആക്ഷൻ ടാസ്ക് ആണ്. നമ്മുടെ ഓരോ സെഷന്റെ എൻഡിൽ നമ്മൾ ഓരോ ആക്ഷൻ ടാസ്ക് ചെയ്യാറുണ്ട്. ഇപ്പം പേപ്പറിനെ കുറിച്ച് ഒരു ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഇനി നമ്മുടെ ഇതിന്റെ ബേസിസിലായിരിക്കും നമ്മൾ ആക്ഷൻ ടാസ്ക് പെർഫോം ചെയ്യുന്നുണ്ടാവുക. ഞാൻ ജസ്റ്റ് ആ ആക്ഷൻ ടാസ്ക് ഒന്ന് ഷെയർ ചെയ്യാം. അതെ, ഇതാണ്
നമ്മുടെ ആക്ഷൻ ടാസ്ക് എന്ന് പറയുന്നത് സിലബസ് ഡീകോഡിംഗ് സെഷന്റെ ജസ്റ്റ് ഒന്നുമില്ല, ഫസ്റ്റ് എല്ലാം വരുന്ന ബേസിക് ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ഫുൾ നെയിം, ഏത് പ്രോഗ്രാമിനാണ് എൻറോൾ ചെയ്തിട്ടുള്ളത്, MSc കെമിസ്ട്രി, അത് പിന്നെ അസൈൻഡ് മെന്റർ അല്ലെങ്കിൽ LSC ആരാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. മെന്റർ ആണെങ്കിൽ ഞാനായിരിക്കും, അല്ലെങ്കിൽ സ്പെസിഫിക് LSC ആരാണോ അവരുടെ പേര് കൊടുക്കുക. നെക്സ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മളിപ്പം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒരുപാട് പേപ്പേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ആ പേപ്പറിനെ നിങ്ങൾ റാങ്ക് ചെയ്യണം. റാങ്ക് 1, 2, 3, 4, 5 എന്ന രീതിയിൽ നിങ്ങൾ റാങ്ക് ചെയ്യണം. അതിനുശേഷം നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ള സബ്ജക്റ്റ് ആയിരിക്കും റാങ്ക് 1 എന്ന് ചെയ്തിട്ടുണ്ടാവുക. ആ റാങ്ക് 1 ചെയ്ത സബ്ജക്ട് എന്തുകൊണ്ട് ഇത്ര ഇൻട്രസ്റ്റഡ് ആയി, അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഫില്ല് ചെയ്യേണ്ടി വരിക. ദെൻ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് ആയത്, റാങ്കിൽ ലാസ്റ്റിൽ കിടക്കുന്ന പേപ്പർ ലീസ്റ്റ് ഇൻട്രസ്റ്റഡ് പേപ്പേഴ്സ് ആയിരിക്കും. അതിനുള്ള റീസൺ എന്താണ്, ആ കാര്യങ്ങൾ നമ്മൾ ഈ സെഷനിൽ ഫില്ല് ചെയ്യാം. ദെൻ നിങ്ങൾക്ക് ലീസ്റ്റ് ഇൻട്രസ്റ്റഡ്, ദെൻ നിങ്ങളുടെ ലേണിംഗ് ഇന്റൻഷൻ, എന്തുകൊണ്ടാണ് പഠിക്കുന്നത്, ജസ്റ്റ് ഒരു PG എടുക്കാൻ വേണ്ടിയിട്ടാണോ, കുറച്ച് നോളേജ് അക്വയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണോ, നല്ല മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണോ, അങ്ങനെ എന്താണോ നിങ്ങളുടെ ഇന്റൻഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ഇതൊന്നും അല്ല നിങ്ങളുടെ ഇന്റൻഷൻ എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതർ എന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങളുടെ ഇന്റൻഷൻ അവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്താൽ മതി. ദെൻ നിങ്ങളുടെ സ്റ്റഡി ഹവേഴ്സ്, ഇതിനകത്ത് ഏത് ദിവസമാണ് നിങ്ങൾ പഠിക്കാറുള്ളത്, വീക്ക് ഡേയ്സ് ആണോ, വീക്ക് ഡേ ഈവനിങ് ആണോ, സാറ്റർഡേ ആണോ, സൺഡേ ആണോ. ഇനിയിപ്പം എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാറുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കൊടുക്കാം. ഇതൊന്നും അല്ല നിങ്ങളുടെ സ്റ്റഡി സ്ലോട്ട് എന്നുണ്ടെങ്കിൽ അതർ എന്ന് കൊടുത്തിട്ട് ഇവിടെ കൊടുത്താൽ മതി. ദെൻ നിങ്ങളുടെ കോൺഫിഡൻസ് റൈറ്റ് ആവും. ഇപ്പൊ നമ്മുടെ കുറച്ചധികം 4 സെഷൻസ് ഓഫ് ഓറിയന്റേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ എത്രത്തോളം ഉണ്ട്, ലോ ആണോ ഹൈ ആണോ എന്ന കാര്യങ്ങളും കൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നിങ്ങളോട് ഇപ്പൊ നമ്മുടെ ഒരു ഓവറോൾ സെഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പം പ്രോഗ്രാം ഡീകോഡിംഗ് കണ്ടക്ട് ചെയ്തു, റെക്കോർഡഡ് സെഷൻസ് എന്താണ്, ഹെൽപ്പ് ബുക്ക് എന്താണ്, എക്സാം PDF, അസൈൻമെന്റ് ഗൈഡ് പോലുള്ള കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തു, ടൈം ടേബിൾ റോൾ ഔട്ട് ചെയ്തു, ഫൈനലി ആക്ഷൻ ടാസ്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നെക്സ്റ്റ് നിങ്ങൾക്ക് ഫസ്റ്റ് സെഷന് ശേഷം ന്യൂ ഹൊറൈസൺസ് ലേണർ പ്രൊഫൈൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാകും. അപ്പം അതിനകത്ത് അത് ഇതുവരെ ആരെങ്കിലും ഫില്ല് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇമ്പോർട്ടന്റ് ആയിട്ടും അത് എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തിട്ട് അതിൻ്റെതായ സീരിയസ്നെസ്സോട് കൂടെ കണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ നമ്മുടെ സിലബസിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഡീകോഡ് ചെയ്തു, ടൈം ടേബിൾ റോൾ ഔട്ട് ചെയ്തു, പിന്നെ നമ്മൾ നമ്മുടെ ആക്ഷൻ ടാസ്കും കംപ്ലീറ്റ് ചെയ്തു. ഏകദേശം നമ്മുടെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോ താങ്ക് യു ഫോർ ആൾ ജോയിനിങ് ദിസ് സെഷൻ. നിങ്ങളുടെ കോപ്പറേറ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷനും ഇത്രയും സമയം വളരെ എന്തൂസിയാസ്റ്റിക് ആയിട്ടത് കേട്ടിരുന്നതിനും എന്റെ ഭാഗത്തു നിന്നും, ഷാലു മാമിന്റെ ഭാഗത്തു നിന്നും, നെസ്ല മാമിന്റെ ഭാഗത്തു നിന്നും ഞാൻ ഹാർട്ട്ഫുൾ ആയിട്ടൊരു ബിഗ് താങ്ക്സ് പറയാണ്, നമ്മുടെ ഹോൾ ലേൺ വൈസ് ഫാമിലിയുടെ ഭാഗത്ത് നിന്നിട്ട്.